ഇന്നു മുതൽ എല്ലാ തലമുറയും എൻ്റെ എല്ലാ നാളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ, ദൈവദാസൻ നമ്മളോട് പറയുന്ന വചനങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ, അത് ഏറ്റെടുത്ത് ജീവൻ വെപ്പിക്കുന്നവരായി നമ്മൾ മാറണം. കൈകളൊത്തി സ്തോത്രം ചെയ്താട്ടെ. ദൈവദാസൻ ശുശ്രൂഷയ്ക്കായി വരും. കൈകൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. യേശു നല്ലവനാ. ഹല്ലേലൂയ. വന്നു ചേർന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. I thank God for everyone who gathered here. ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും അവസരം തന്നു. He has given us a golden opportunity to worship Him together. ഇവിടെ ഇരിക്കുമ്പോൾ ആർക്കും ചാടിയോ തുള്ളിയോ യേശുവിനെ ആരാധിക്കാൻ തോന്നത്തില്ല. Maybe when you're here, you don't feel like you wanted to jump and rejoice and praise Him. ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിൽ അവിടെ വെച്ച കർത്താവിനോട് നമ്മൾ പറയും, എൻ്റെ പൊന്നു കർത്താവേ, ഒരാരാധന പോലും മുടക്കാതെ ഞാൻ പള്ളി ചർച്ചിൽ പൊക്കോളാം, നിന്ന് ഞാൻ ആരാധിക്കത്തില്ല, തുള്ളി ഞാൻ ആരാധിച്ചോളാം. If suppose someone is sick and in hospital bed, they might say that, God, I would love to come to church and I would dance and praise you. എന്നാൽ കർത്താവ് നമുക്ക് അതിനൊന്നും അവസരം തരാതെ, But God did not let us go into such situation. ആരോഗ്യത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് With good health, ഇങ്ങനെ ആരാധിപ്പാൻ ദൈവം ഒരു അവസരം തന്നിരിക്കുകയാണ്. He has given us a strength and opportunity. ആകിയാൽ കരങ്ങൾ ഉയർത്തി നല്ല ഹല്ലേലൂയ വായ തുറന്ന് Let's say hallelujah. നാം ആരംഭ ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. We're going to pray in the beginning. ലോകത്തിൽ വലിയ സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെ ഈ പ്രഭാതം കടന്നു പോവുകയാണ്. There's been lot of things happening around us in the world. ഇസ്രായേൽ ഒരു വലിയ യുദ്ധത്തിന്റെ നടുവിലാണുള്ളത്. Israel is in the middle of a great war. ഇന്ന് രാവിലെ ഇറാൻ ഇസ്രായേലിനെ 200-ലധികം പ്രാവശ്യം ആക്രമിച്ചു കഴിഞ്ഞു. Today, this morning, Iran had occupied Israel more than 200 times. ലോക രാജ്യങ്ങളുടെ തലവന്മാർ എല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. There all the peoples of the nations have been gathered together. ഡിസംബർ 31 പുതിയ വർഷത്തേക്ക് ദൈവിക ദൂതെടുക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തിയിരുന്നു. In the December 31st, as we're preparing for the new year, God reminded us അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു വർഷത്തിലൂടെ വർഷം കടന്നു പോകുമെന്ന്. there's going to be nations which is going to get into struggles. ഇസ്രായേലിന്റെ സമാധാനത്തിനു വേണ്ടി ഇന്ന് പകൽ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുന്നു. We'll have to pray together for the peace in Israel. നമ്മുടെ രാജ്യത്തിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. We'll have to pray even for our nation. വലിയൊരു തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയിൽ രാജ്യം അങ്ങോളം ഇങ്ങോളം ഈ ദിവസങ്ങളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. And there's going to be election coming up. നാം എല്ലാവരും അതിൽ പങ്കാളികളാണ്. And we are also a part of it. എന്നാൽ ഇസ്രായേലിന്റെ മേൽ ദൈവത്തിന്റെ സമാധാനത്തെ കർത്താവ് കൊടുത്ത് ഭരണത്തലവന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയ നിയന്ത്രണം ഉണ്ടാകുവാൻ, Even though it is a part of it, but still God to give wisdom and control over Israel. വേദപുസ്തകം പറയുന്നു, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കുമ്പോൾ നമ്മുടെ തലകളെ ഉയർത്തി നോക്കുക. When you hear the news of wars and fights happening around you, you'll have to lift up your head. നമ്മുടെ വീണ്ടെടുപ്പുകാരന്റെ വരവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയുടെ ലക്ഷണങ്ങളാണിതൊക്കെ. This is all pointing towards the second coming of our Jesus. കറാവാട്ടം ചുളക്കമില്ലാത്തവരായി നമ്മെ പരിശുദ്ധാത്മാവ് തീർത്തുകൊണ്ടിരിക്കുമ്പോൾ, As God is trying us to make us spotless and blameless, ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും യുദ്ധങ്ങളോ യുദ്ധശ്രുതികളോ നടക്കുമ്പോൾ അത് ഈ കൊച്ചു ഗ്രാമമായ പുത്തൻകുരിശിനെയും കാടിനാടിനെയും ഒക്കെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ബാധിക്കും. even though we are in a very small place, but still when there is war and battles happening around us, that can still affect us. ഇവിടെ ഇരിക്കുന്ന നാം ആരും ചിന്തിക്കരുത്, ഇസ്രായേലിനെതിരെ ഇറാൻ യുദ്ധം ചെയ്താൽ, മറ്റ് സഖ്യകക്ഷികൾ യുദ്ധം ചെയ്താൽ എനിക്കെന്താണ് പ്രശ്നം? We should not be thinking like, what happens if there is a world, I don't have to be bothered. ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്കൻ സൈന്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. Even though the American army is getting ready to help the Israel. എന്നാൽ അവിടം കൊണ്ട് അവസാനിക്കത്തില്ല. ഇത് മുന്നോട്ട് പോയാൽ ഈ കാണിനാടിനെയും പുത്തൻകുരിശിനെയും എറണാകുളം ജില്ലയെയും സകല മനുഷ്യരെയും ബാധിക്കുന്ന വിഷയമാണ്. It is not going to just wind up over there. If it keeps moving forward, it is going to affect each of us. എന്നാൽ ഇന്ന് പകൽ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയെ, കർത്താവേ, ഇസ്രായേലിന്റെ മേൽ ദൈവത്തിന്റെ സമാധാനത്തെ കർത്താവ് അയക്കണമേ. So today we are going to pray that God will send His peace upon Israel.
ഭരണത്തലവന്മാരുടെ മേൽ ദൈവത്തിന്റെ ജ്ഞാനവും സുബോധവും പരിശുദ്ധാത്മാവും നൽകി കൊടുക്കണമേ. Let all the rulers have God's wisdom and knowledge. ഞങ്ങളുടെ രാജ്യത്തിന് മേൽ ഈ നടക്കുവാൻ പോകുന്ന ഇലക്ഷന് മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടണമേ. Let God's hand manifest on this election which is happening. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് Let us all raise on our feet. ആരും മൗനമായി നിൽക്കരുത്. ആ കരങ്ങളെ അന്യോന്യം ഒന്ന് ചേർത്ത് പിടിച്ച് Hold your hands of your neighbor. ഇന്ന് പകൽ നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാ. We are going to pray together. ഇസ്രായേലിന്റെ മേൽ ദൈവത്തിന് സമാധാനം അയക്കണം. God has to send his peace over Israel. മൈക്രോഫോൺ പിടിച്ച് ഞാൻ മാത്രമല്ല ഇത് പ്രാർത്ഥിക്കുന്നത്, 1 2 3 പേരല്ല പ്രാർത്ഥിക്കുന്നത്. It is not just 1 or 2 people who are ഈ praying here. ചർച്ചിനകത്ത് നിൽക്കുന്ന മുഴുവൻ വ്യക്തികളും ഈ പ്രാർത്ഥനയിൽ ഇന്ന് പകൽ പങ്കാളികളായി തീരൂ. It is all of us who are here being a part of this എല്ലാവരുടെ prayer. ശബ്ദം ഒന്ന് ഉയർത്തിക്കേ ദൈവസന്നിധിയിൽ. Lift up all your voices in front of God. കർത്താവേ, ഇന്ന് പകൽ അങ്ങയുടെ സമാധാനം ഇസ്രായേലിന്റെ മേൽ അയക്കണമേ. Father, please send your peace upon the Israel. അല്പനിമിഷങ്ങൾ വായ തുറന്ന് അന്യഭാഷകൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. Open your mouth and speak in tongues. ആ ശബ്ദം ഈ അന്തരീക്ഷം മുഴുവനും നിറഞ്ഞു നിൽക്കട്ടെ. Let your tongue talking fill this place here. റബന റമന വൈഡഗരഗൽഖന ഹദുരജഗൽഖന. പോരാ, ശബ്ദമുയർത്തിക്ക്, വെറുതെ മൗനമായി നിൽക്കാതെ. Keep exalting up your voice. ഈ അന്തരീക്ഷത്തിനകത്ത് പരിശുദ്ധാത്മാവിനെ ശക്തിയോടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഒരു സൈന്യം In this atmosphere, പ്രാർത്ഥന പോരാൽ സമവിക്കുകയാ. and it is happening in the name of ഓ, Jesus. പത്രോസിന് വേണ്ടി സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ Just like the church prayed for Peter, ദൈവദൂതന്മാർ അവിടെ ഇറങ്ങിയെങ്കിൽ angels were coming down for him. പ്രാർത്ഥനയുടെ മുഴക്കം ഇവിടെ നിന്ന് ഉയരുമ്പോൾ As the horn of prayer is exalted up here, ദൈവദൂതന്മാർ ഇറങ്ങട്ടെ. let angels come around. ദൂതന്മാരുടെ വിസിറ്റേഷൻ സമവിക്കട്ടെ. Let angelic visitations occur. റഭാരഗ ശമന റഗൽഖന ഹദുര ജഗദിയ. Come on, come on, പ്രാർത്ഥന ഉയരട്ടെ. Exalt your prayer up. ഷാബാര റബന റബന വൈഡഗ റബൽ വൈഡഗദിയ. ഉറബല വൈഡഗ റംബന. ലോകം മുഴുവനും ഇത്രമാത്രം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ When the world is going through lots of ദൈവത്തെ difficulties, അറിയുന്ന ദൈവവൈദ്യനെ നീ വെറുതെ മൗനമായി നിൽക്കരുതേ. as you know God, you are not supposed to be silent. കർത്താവിന്റെ കരം ചലിക്കട്ടെ. കർത്താവിന്റെ കരം ലോക രാജ്യങ്ങളുടെ മേൽ ചലിക്കട്ടെ. Let God's hand manifest over the entire world of ഐക്യരാഷ്ട്ര nations. സഭയുടെ മേൽ ചലിക്കട്ടെ. Let it happen in all the churches. തലത്തിലല്ല. He was just talking and move away to something else. ആരെങ്കിലും ക്ഷുദ്രം ചെയ്ത് തകർത്ത് ആ കേസ് അല്ല പറയുന്നത്. ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിശ്വാസത്തെ തളർത്തി നിങ്ങളുടെ വിശ്വാസത്തെ കെടുത്തിക്കളയുന്ന ആ സാഹചര്യങ്ങൾ ഗലാത്യ സഭയിലുള്ള ദൈവജനം കടന്നുപോയപ്പോൾ പൗലോസ് ചോദിക്കുന്നു, ക്ഷുദ്രത്തിന് തുല്യമാണിത്. He was talking about how pure, sanctified this faith is supposed to be, and how could you just give up so easily on it? ക്ഷുദ്രം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു മനുഷ്യൻ അവൻ എത്ര ശ്രമിച്ചാലും ഡൈനാമിക്കായിട്ട് അവന് പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിൽ അവൻ തളർന്നു പോകും. He is not able to work dynamically. He is just completely lost. നിങ്ങളുടെ വിശ്വാസത്തെ കെടുത്തിക്കളയുന്ന, Something which can just blow out your faith. നിങ്ങളുടെ വിശ്വാസത്തെ തളർത്തിക്കളയുന്ന, Something which can pull down from your faith. എന്നിട്ട് പൗലോസ് ചോദിക്കുന്നു, വിശ്വാസത്തിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടപ്പോഴാണോ, ന്യായപ്രമാണത്തിന്റെ ഏതെങ്കിലും പ്രവൃത്തികൾ ചെയ്തപ്പോഴാണോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നത്? He is questioning them, like, how did you get the Holy Spirit, either by following the law or by hearing faith? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ചെയ്ത് 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 മടുത്ത് മനസ്സ് തഴമ്പിച്ചപ്പോഴാണ് എവിടെ വെച്ചോ വിശ്വാസത്തിന്റെ പ്രസംഗം നാം കേട്ടു തുടങ്ങിയത്. We have been working on the law for continuously, and when we are completely given up, that is where we heard the faith. എപ്പോഴാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നത്? When did Holy Spirit come upon you? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നത്. When you were just constantly toiling to work with the law, is that the time where Holy Spirit came upon you? അഥവാ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടപ്പോഴാണോ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നത്? Or when you were hearing faith, or is that the moment that you had Holy Spirit upon you? അപ്പോൾ വിശ്വാസത്തിനകത്ത് പ്രവൃത്തി വേണം. And what it means is, when you're in faith, you will have to show it out in action. ഒരുപാട് പേര് യോഗങ്ങളിലെല്ലാം വന്ന് മടങ്ങുന്നത് ഭയങ്കര വിശ്വാസമുള്ളവരായിട്ടാണ്. Many people attend conferences and meetings with faith, പക്ഷേ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ഇല്ല.
but do they have the manifestations of faith? അതുകൊണ്ട് ദൈവപ്രവൃത്തികളെ അവർക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. And they are not able to enjoy what God wants for them. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. As we read James chapter 2 verse 22, ഈ വേദഭാഗത്ത് in this portion of scripture, നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ? is everyone with me? Praise the Lord. ഈ വേദഭാഗങ്ങളിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ, In this portion of scripture, it is talking about the acts of faith. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തില്ല എങ്കിൽ, If we don't do it in our life, നമ്മുടെ അകത്തുള്ള വിശ്വാസം the faith which we have inside of us, സംഭവിക്കുകയില്ല. it cannot be alive. ഒരു ദിവസം വിഗിൾസ്വർത്ത് അദ്ദേഹം 16-ലധികം ഡെഡ് ബോഡികളെ പ്രാർത്ഥിച്ചെഴുന്നേൽപ്പിച്ചു വിട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹം Mr. Wigglesworth has risen up almost 16 about dead people. ഒരു 1.5 കാലുള്ള മനുഷ്യനോട് പറഞ്ഞു, നീ പോയി ചെരുപ്പ് കടയിൽ പോയി നീ ഷൂ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. He was just telling to a lame man to go and buy shoe from a shoe shop. ഈ 1.5 കാലുകാരൻ ചെരുപ്പ് കടയിൽ ചെന്നപ്പോൾ ചെരുപ്പ് കടക്കാരൻ 2 ഷൂ കൊടുക്കത്തില്ല. And when he went to buy a shoe, the person did not give him both the shoes. നിനക്ക് 1.5 കാലേ ഉള്ളൂ, അതുകൊണ്ട് നിനക്ക് ഒരു ഷൂ മതി. He was just telling him, you have got only one leg which is fully fine, so you can അവൻ wear പറഞ്ഞു, one. എനിക്ക് 2 ഷൂ വേണം. But then he said, no, I wanted a ഒരു pair. ജോഡി ഷൂ എനിക്ക് വേണം. He said, I wanted a pair. അവന് ഒരു ജോഡി ഷൂ വാങ്ങി, ഒരു ഷൂ സാധാരണ കാലിലിട്ടു, രണ്ടാമത്തെ ഷൂ ഇടാൻ വേണ്ടി ഇങ്ങനെ അടുപ്പിച്ചു വെക്കുമ്പോൾ ഈ കാല് വളർന്നു വന്നു. He just wore the first shoe in his one leg, which was already fine, and when he was about to wear the second, his lame leg also turned fine. കരങ്ങളെ അടിച്ചൊന്ന് സന്തോഷിച്ചേ. Put your hands together and give glory. ഹല്ലേലൂയ. മടിയിലടിക്കാനല്ല പറഞ്ഞത്, കരങ്ങളെ അടിക്കാനാ പറഞ്ഞത്. Put your hands together. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, ശരീരത്തിന് അവയവമൊക്കെ തന്നത് അത് ദൈവത്തിന് പ്രസാദം കൊടുക്കാനാ. Even in the book of Romans, he says, we are all having everything in our body to give him glory. ഹല്ലേലൂയ. അതിന്റെ പേരാണ് ആമേൻ. വിശ്വാസ നിർവചനം പറഞ്ഞാൽ, വിശ്വാസത്തിന്റെ പ്രവൃത്തികളുടെ നിർവചനം പറഞ്ഞാൽ അത് തിയോളജിയായി മാറാതിരിക്കാൻ വേണ്ടി, പ്രായോഗികമായി മനസ്സിലാകാൻ വേണ്ടി പറയുക. അദ്ദേഹം ചെരുപ്പ്, രണ്ടാമത്തെ ചെരുപ്പ് അടുത്തേക്ക് നീക്കി വെക്കുകയും ഈ കാല് വളർന്നു വന്നു. When he was just about to put the second shoe, that is where the lame leg started growing up. അതിന്റെ പേരാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. And that is what we call as the acts of faith. വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ ഇന്ന് പകൽ നാം തയ്യാറായാൽ, if you are ready to act according to the acts of faith, ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കും. and that one decision is going to change your life completely. ഹല്ലേലൂയ. ആദ്യമേ ഒരു പ്രസ്താവന പറയുക. അബ്രഹാമിന്റെ അനുഗ്രഹം നേടിയെടുക്കുവാൻ തോമസിന്റെ വിശ്വാസം കൊണ്ട് നടക്കത്തില്ല. If you wanted to get the righteousness or the faith which Abraham had, you cannot just do it with Thomas' faith. എല്ലാവർക്കും മനസ്സിലായില്ല? അബ്രഹാമിന്റെ അനുഗ്രഹം ആമേൻ നിന്റെ ജീവിതത്തിൽ അത് പ്രാപിക്കണമെങ്കിൽ തോമസിന്റെ വിശ്വാസം കൊണ്ട് നടക്കത്തില്ല. If you wanted to get the blessings of Abraham, you cannot do it just by the faith of Thomas. അതെന്താ അങ്ങനെ? യേശു ഒരിക്കൽ യഹൂദിയിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ, why is it so? Because when Jesus was telling to people to go to Judea, കൂടെയുള്ളവരെല്ലാവരും പറഞ്ഞു അവിടെ വെച്ച് ആമേൻ നാം തീരാൻ സാധ്യതയുണ്ടെന്ന്. and others who were there accompanying him told him there is a കാരണം അവിടെ possibility ലാസർ മരിച്ചു കിടക്കുകയാ. we might get into trouble because Lazarus was dead. അവിടെ പോയാൽ പോയതുപോലെ തിരിച്ചു വരത്തില്ലെന്ന് ഈ ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, and when disciples told him, if you go there it may not be safe. തോമസ് പറയും, വാടാ നമുക്ക് പോകാം, പോയിട്ട് ആമേൻ അവിടെ പോയി മരിക്കാമെന്ന്. and so Thomas was saying, it's all right, we can just go and even die there. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് എന്റെ ആമേൻ തോമസിന്റെ കൂടെ ഉള്ളതെന്നുള്ള തിരിച്ചറിവ് അങ്ങേർക്കില്ലാതെ പോയി. Thomas was not aware that he has a God of impossibilities with him. അപ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചത്. and the reason we have been called is to acquire the blessings of അബ്രഹാമിന്റെ Abraham. അനുഗ്രഹം നമ്മുടെ മേൽ വരണമെങ്കിൽ ഈ തോമസിന്റെ, ഞാൻ അങ്ങേരെ വിളിക്കുന്ന ഡൗട്ട് തോമ എന്നാ, ഈ തോമസിന്റെ ആ വിശ്വാസം പോരാ, പിന്നെയോ അതിനേക്കാൾ മേത്തരമായ ഒന്നിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകണം.
if you wanted to get all the blessings, there is no way that you doubt about him, but you'll have to go beyond that. വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ നാം തയ്യാറായാൽ അതിനകത്ത് ഭയങ്കരമായ ദൈവത്തിന്റെ കരം ചലിക്കും. If you are ready to do the manifestations of faith, there's going to be a great hand of God വിശ്വസിക്കുന്ന ആമേൻ working. പറഞ്ഞോ? If you believe, tell an amen. വായിക്കാം യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ അവന്റെ കാണുന്നുവല്ലോ. വിശ്വാസത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ചുള്ള ആദ്യ സന്ദേശമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഭാഗങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കണം. Please pay attention to this portion. ഒന്നുകൂടെ വായിച്ചു. അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയോട് കൂടെ വിശ്വാസം വ്യാപരിക്കുക, വിശ്വാസം സഞ്ചരിച്ചു. The faith was working together with his works. വിശ്വാസം എപ്പോഴാണ് സഞ്ചരിക്കുന്നത്? When is faith getting worked? നിങ്ങൾ കൈയടിക്കുമ്പോൾ ബന്ധുക്കോസുകാർക്ക് അങ്ങനെ വിചാരമുണ്ട്, ഈ സ്പീഡ് കൈയടിച്ച വിശ്വാസം ഭയങ്കരമായി സഞ്ചരിക്കുമെന്ന്. Maybe some people Pentecostal believe that if you just put your hands very fast, there's going to be faith. അതുകൊണ്ട് എല്ലാ യോഗത്തിൽ ചെന്നാലും സ്പീഡ് കൈയടിക്കുന്നവര് 10 പേരുണ്ടെങ്കിൽ അത് കണ്ട് അമ്മേ കൈയടിക്കുന്ന വേറെ ഒരു 30 എണ്ണം ഉണ്ടാകും. And if you go to any gatherings, we can see that if there is 10 people who is doing it so fast, അവിടെയല്ല there will be others. ദൈവപ്രവൃത്തികൾ സംഭവിക്കുന്നത്. And it is not how God's work happen. പ്രവൃത്തിയോട് കൂടെ, Just like the working of faith, പ്രവൃത്തിയോട് കൂടെ. just by the acts of work. ഈ തലം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് 5-6 ആഴ്ച ചർച്ചിൽ വരും, പിന്നെ ആമേൻ വരത്തില്ല. And that is why if only few weeks people come to church, കാര്യം എന്താ? സൗഖ്യം നടക്കുന്നില്ല. because they are not getting what they കാര്യം എന്താ? expected. ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. They are not receiving what they wanted. ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടത്തുന്നത് നീ തന്നെയാണ്. And how will that happen is by you only. വേഗം പ്രസംഗിക്കുന്നവനല്ല ഇത് ചെയ്യുന്നത്. ഹല്ലേലൂയ. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസത്താൽ ചില പ്രവൃത്തികൾ ചെയ്യാൻ നീ തയ്യാറായാൽ അവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. Not the preacher does all this. If you as you're sitting here, as you're ready to listen to it, you will be able to do പ്രവൃത്തിയോട് it. കൂടെ വിശ്വാസം വ്യാപരിച്ചു. And through the acts of his work is where faith manifested. വിശ്വസിച്ച ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകുമ്പോൾ വിശ്വാസം സഞ്ചരിക്കും. And when you believe and if you're ready to work on it, there's going to be faith released. ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാനല്ല യേശു വിളിച്ചത്. He did not tell you say no and be at home. പോയാൽ നടക്കുമോ എന്ന് അവിശ്വസിച്ചിരിക്കാനല്ല കർത്താവ് വിളിച്ചത്. He did not just tell you to live with unbelief. നിന്റെ വിശ്വാസത്തോടെ കൂടെ പ്രവർത്തിക്കുവാൻ നിനക്ക് സാധിച്ചാൽ, If you are able to manifest with your faith. ഹല്ലേലൂയ. രക്തസ്രവക്കാരി സ്ത്രീ അങ്ങനെയല്ലേ സൗഖ്യം പ്രാപിച്ചത്? And that is how this lady who was sick for so many years got healed. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ രക്ഷപ്പെടത്തില്ലെന്നും പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കുകയല്ല അവൾ ചെയ്തത്. പിന്നെയോ അവൾ പോകുന്ന വഴിക്ക് പറഞ്ഞു. ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ? ആരും പറഞ്ഞു കൊടുക്കാനില്ല. പക്ഷേ അവൾ വിശ്വസിച്ചു, അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. That is why she believed that even if I touch the robe of his cloth, I'll be healed. ചെയ്യുന്നവരായി മാറട്ടെ. And you will have to work in the faith. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നിർവചനം ആമേൻ 1000 പ്രാവശ്യമെങ്കിലും ഏറ്റവും ചുരുങ്ങി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ആ നിർവചനം ചെയ്തു കാണിക്കുന്നവനാണ് വിശ്വാസി. The one who is able to demonstrate his faith into action is what we can call him as a believer. അപ്പോൾ പ്രവൃത്തിയോട് കൂടെ വിശ്വാസം. So whatever happens with the works, there has to be എല്ലാവരും faith. വായ തുറന്നൊന്ന് പറഞ്ഞ് പ്രവൃത്തിയോട് കൂടെ വിശ്വാസം. I will have to follow the acts of faith. പ്രവൃത്തിയോട് കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ വളർന്നില്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ഹല്ലേലൂയ ആത്മീക ജീവിതം നിങ്ങൾക്ക് വലിയ മുരടിപ്പായി തോന്നും. If you don't do it in this way, then maybe after 10 years you will find spiritual life very hard. വേറൊരു കൂട്ടത്തിന്റെ ഇടയിൽ പോയി ഇരിക്കാൻ തോന്നും. You will feel like you wanted to go and sit with someone അവിടെയും 10 else. വർഷം കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തോന്നും. And maybe you feel bored even sitting there. എന്നാൽ And you feel like going വിശ്വാസത്തോട് somewhere. കൂടെ പ്രവൃത്തി ഉണ്ടായെങ്കിൽ But if with faith there is always ഇടവും works, വലവും നോക്കാതെ യേശുവിനെ നോക്കിക്കൊണ്ട് and you will not look around, you will be always looking at വിശ്വാസത്തിന്റെ Jesus. പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്തുണ്ടായെങ്കിൽ And if you have these manifestations of faith in your life, നിന്നെ സൂപ്പർ നാച്ചുറൽ ആക്കി മാറ്റുവാൻ യേശുവിന് കഴിയും. and Jesus is capable of turning you into supernatural കരങ്ങളെ അടിച്ച് being. യേശുവിന് നല്ല ആരാധന കൊടുക്കുക. Put your hands together and thank Jesus. ഹല്ലേലൂയ. തുടർന്ന് വായിക്കുന്നു വായിച്ചു. പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായും എന്ന് നീ കാണുന്നുവല്ലോ. വായിക്കൂ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവർത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. വെറും വിശ്വാസത്താൽ മാത്രമല്ല, പ്രവൃത്തി. Not just by only faith, but even by the acts of faith. വിശ്വാസത്തോട് കൂടെ Along with faith, പ്രവർത്തിക്കുവാൻ you will have to also have the works.
ഒരുവൻ തയ്യാറാകുമ്പോൾ if someone is ready in that അവിടെ manner, ദൈവത്തിന്റെ നീതി ഇറങ്ങി വരും. and that is where God's righteousness comes down. അവസാനത്തെ വാക്യം വായിക്കുന്നു. അവണ്ണം രാഹാബ് എന്ന നോ, വേശ്യയും ലാസ്റ്റ് വാക്യം. അങ്ങനെ ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം. For as the body without the spirit is dead, so ഇങ്ങനെ faith without work is dead also. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം ഇങ്ങനെ നിർജീവമായിരിക്കുന്നത് ആത്മാവില്ലാത്ത, എല്ലാം ഇവിടെ നോക്കിക്ക്, ആത്മാവില്ലാത്ത ശരീരം എന്തുവാ? നിർജീവമായിരിക്കുന്നത്. How will be a ആ body without ശരീരത്തെ spirit? വിളിക്കുന്നത് എന്തുവാ? നിർജീവത്വം അഥവാ ഡെഡ് ബോഡി. And we called it as a dead body. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എന്തിനു തുല്യമാണ്? പ്രവൃത്തിയില്ലാത്ത The same way, a faith without work is പ്രവൃത്തിയില്ലാത്ത also dead. വിശ്വാസം നിർജീവമാണ്. A faith അങ്ങനെ without ഒരുപാട് work. പേരുണ്ട്. There are lots of people who are of that type. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം They don't have faith with his അത് working, നിർജീവമാണ്. and it is equally dead. അതിനകത്തു നിന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ നമ്മെ പുറത്തെടുക്കുവാനുണ്ട്. And from that, Holy Spirit wants to take us out. വലിയ കാര്യമൊക്കെ പറയും, പക്ഷേ ആമേൻ, വിശ്വാസത്തോട് ചേർന്ന്, വിശ്വാസത്തിന്റെ സംസാരം ഭയങ്കരമാണ്, വലിയ കാര്യങ്ങളൊക്കെ പറയുന്നേ, പക്ഷേ അതിൻ്റെ കൂടെ ചേർന്ന് നിന്ന് വിശ്വാസത്തിന്റെ ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കുവാൻ തയ്യാറായാൽ അവിടെ ദൈവ മഹത്വം ഇറങ്ങി വരും. When you speak greater things, and if you're also taking a step of faith and acting on it, God's glory is going to be there. 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒരുമിച്ച് പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, ഹൃദയത്തിൽ നിങ്ങൾ എന്തു വിശ്വസിക്കുന്നു അത് അധരത്തിലൂടെ പുറത്തു വരണം. 3 important things we're going to talk, and the first thing is what you believe in your heart that has to come out through your mouth. വേദപുസ്തകത്തിൽ ഹൃദയം എന്ന പദം എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അത് നമ്മുടെ മനസ്സിനെയാണ് കാണിക്കുന്നത്. Wherever they have used the reference regarding heart, they're also talking about our mind. അപ്പോൾ ഹൃദയത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് Whatever you believe in your നിങ്ങളുടെ heart, അധരത്തിലൂടെ through your thoughts, പുറത്തു വരണം. as a word, it has to be expressed. ഹൃദയവും അധരവും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. There has to be a mouth and a heart has to have an agreement. ഹൃദയത്തിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഹൃദയത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അധരത്തിലൂടെ പുറത്തു വരുമ്പോൾ അതിൻ്റെ മേൽ ജീവൻ വെളിപ്പെടും. And what you believe in your heart, as it is expressed through mouth, there's going to be life manifesting. ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കൽ രോഗികളെ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ യേശുവിന്റെ അടുക്കൽ പാപിനിയായ ഒരു സ്ത്രീയെ കൊണ്ടുവരുമ്പോൾ, യേശു പ്രകൃതി വിരാമേ ശോഭത്തിന്റെ നടുവിൽ, അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോൾ ആ പടകിൽ യേശു നിന്നിട്ട് തൻ്റെ ഹൃദയത്തിലുള്ള വാക്കുകളെ അവിടെ വെച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്തത്, വായ തുറന്ന് പുറത്തു പറഞ്ഞു. When Jesus was in the boat, when there were situations around him, he was not keeping word in his heart, but he said it through his mouth. വായ തുറന്ന് ഹൃദയത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതിന് പറയട്ടെ, നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളെ ഹല്ലേലൂയ നിങ്ങൾ വാക്കായി പുറത്തു പറയുമ്പോൾ അവയുടെ മേൽ ദൈവത്തിന് ജീവൻ വെളിപ്പെടും. So let me make it simpler. As you think something, as you believe something in your heart, you will have to put it out into sentences through your mouth. വിശ്വസിക്കുന്നവർ നല്ല ആമേൻ പറഞ്ഞോ? You believe, tell an amen. മറുഭാഗവും അങ്ങനെ തന്നെയാ. നെഗറ്റീവായി കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ചിന്തിച്ചിട്ട് ഞാൻ മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് നീ നിന്നെ തന്നെ നോക്കി ആമേൻ മനസ്സിൽ വന്ന ആ ചിന്തയെ വായിലൂടെ പുറത്തു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവയുടെ മേൽ അശുദ്ധാത്മാക്കൾ ജീവൻ വരുത്തും. And the same thing happens in a negative way. If you believe something negative and if you're going to say it through your mouth, evil spirits can come and take hold of it. നിങ്ങളുടെ തലയിൽ എത്ര കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചാലും ഹല്ലേലൂയ ഈ ആമേൻ സ്വഭാവത്തെ നിങ്ങൾ ചികിത്സിക്കാത്തിടത്തോളം കാലം ദൈവിക ജീവൻ നിങ്ങളിൽ നിന്ന് പുറത്തു വരികയില്ല. Until you heal what you're supposed to do, no matter how long we pray, it is not going to work on you. ഹല്ലേലൂയ. Hallelujah. യേശു കർത്താവ് തന്നെ പറയുന്നു, വാക്കുകളുടെ ഉറവിടം നമ്മുടെ ഹൃദയമാണ്. And Jesus says that we have a storehouse of all the words in എല്ലാ our heart. വാക്കുകളുടെയും ഉറവിടം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിന്നാണ് പുറത്തു വരുന്നത്. And all that out of the fullness of the heart is what our mouth speaks. തെളിയിക്കുന്നു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം. ആമേൻ. 34-ാമത്തെ വാക്യം. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നത്. വായ് സംസാരിക്കുന്നത് ചിന്തകൾ കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കുന്നു. ആ ചിന്തകൾ പിന്നീട് എന്തായി മാറുന്നു? ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ അധരം സംസാരിക്കുന്നത്. When you fill your heart with thoughts, and out of that abundance of the heart is what the mouth speaks. അപ്പോൾ നമ്മുടെ വാക്കുകളുടെ ഉറവിടം നമ്മുടെ വായ്ക്കകത്തോ നമ്മുടെ നാവിൻ മീതെയോ അല്ല,
വാക്കുകളുടെ ഉറവിടം ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനകത്താണ്. The origin of all our words are not from our heart, not from our mind, but from our heart. ഹൃദയം നല്ലതാണെങ്കിൽ നാം ആമേൻ മുഴുവൻ നല്ലതാ. If we have a good heart, then we will be also pure. നമ്മുടെ ജീവിതത്തിന് മുഴുവൻ ഉറവിടം കിടക്കുന്ന നമ്മുടെ ഹൃദയത്തിനകത്താണ്. All the origination of our life starts from the heart. റോമാലേഖനം 10-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 23-ാമത്തെ വാക്യം, 2 കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ഈ 3 റഫറൻസുകളെ സമയമില്ലാത്തതുകൊണ്ടാണ് ഈ 3 കാര്യങ്ങളെ ചേർത്ത് ഒരുമിച്ച് നമ്മൾ ധ്യാനിക്കുവാൻ, നമ്മൾ ചിന്തിക്കുവാൻ പോവുകയാണ്. We are going to combine all these 3 scripture verses and we are going to talk about this because we're running out of time. പ്രാരംഭമായിട്ട് വായിക്കുന്നു റോമാലേഖനം 10-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യേശുവിനെ കർത്താവ് എന്ന വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഒന്നും കൂടെ വായിക്കുന്നു. ഹൃദയം കൊണ്ട് യേശുവിനെ കർത്താവ് എന്ന വായ്കൊണ്ട് ഏറ്റുപറയുകയും, യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ. 2 കാര്യങ്ങൾ ആ വാക്യത്തിനകത്ത്, ഈ 9-ാമത്തെ വാക്യത്തിനകത്ത് പരിശുദ്ധാത്മാവ് 2 പദങ്ങൾ പ്രധാനമായിട്ടും ചേർത്ത് വെച്ചിരിക്കുന്നു. 1 നമ്മുടെ ഹൃദയം, 2 നമ്മുടെ വായ. In Romans chapter 10 verse 9 he says there are 2 things, one with your mouth and one second with your heart. ഒരു വ്യക്തിയുടെ വളരെ പ്രധാനപ്പെട്ട 2 ഘടകമാണ് അവന്റെ ഹൃദയവും അവന്റെ വായും. For individual a very important thing is his mouth and his heart. വചനം പറയുന്നു ഇത് രണ്ടും, ഹൃദയവും വായും, ഹൃദയവും വായും, വായും ഹൃദയവും ഒരുമിച്ച് ചേർന്ന് വന്നാൽ, ഒരു എഗ്രിമെന്റിനകത്തേക്ക് അവർ വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ രക്ഷപ്പെടും. When there is an agreement between the mouth and the heart, that is where a man is saved. നിങ്ങൾ എന്റെ കൂടെയില്ല, നിങ്ങൾ എന്റെ കൂടെയില്ല. Is everyone with me? വല്ലാതെ ധ്യാനിക്കാതെ ഇങ്ങോട്ട് വന്നേ. Just listen to me. ഹൃദയവും അവന്റെ വായും ഒരുമിച്ച് ചേർന്ന് വന്നാൽ ആ മനുഷ്യന്റെ രക്ഷ ആരംഭിച്ചു. And when the mouth and his heart are acting together, that is where his salvation starts. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറഞ്ഞാൽ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ, രക്ഷ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. When you confess with your mouth and you believe in your heart, salvation occurs. അതെല്ലാം അവന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. And whatever it includes all that happens in his life. നാം എല്ലാവരും യേശുവിനെ യേശു കർത്താവായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ ഉപയോഗിക്കപ്പെടുന്ന നമ്മുടെ ശരീരത്തിലെ 2 അവയവങ്ങളാണ്. 1 നമ്മുടെ ഹൃദയം, 2 നമ്മുടെ വായ. 2 things which we use to get saved is what our heart and our mouth. ഹൃദയത്തിൽ വിശ്വസിച്ച് and you believe in your heart അധരങ്ങൾ കൊണ്ട് ഏറ്റുപറഞ്ഞപ്പോൾ and you confess it with your mouth, നാം എല്ലാവരും പുതിയതായി മാറി. and that is where we are born again. നാം എല്ലാവരും പുതിയതായി മാറി. We were reborn again. നിങ്ങളുടെ ജീവിതത്തിൽ പുതുമ ഇന്ന് പകൽ ആവശ്യമുണ്ടോ എങ്കിൽ ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് അധരങ്ങൾ കൊണ്ട് വിളിച്ചു പറഞ്ഞോ, നിങ്ങൾ പുതിയതായി മാറും. If you feel like you wanted to be born again, then you'll have to start believing in your heart and confess it with your mouth. Hallelujah. ഹല്ലേലൂയ. അതിന് പകരം നിങ്ങൾ 40 ദിവസം ഉപവസിക്കുകയോ 21 ദിവസം ഉപവസിക്കുകയോ അതിനെല്ലാം മനുഷ്യൻ തയ്യാറാണ്. എന്നാൽ ഏറ്റവും ലളിതമായ രീതിയിൽ പരിശുദ്ധാത്മ പറയുകയാണ്, ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് അധരങ്ങൾ കൊണ്ട് വിളിച്ചു പറഞ്ഞു. ഏത് അസാധാരണ മേഖലകളിലേക്കും പരിശുദ്ധാത്മാവിന് നിങ്ങളെ വിളിച്ച് കയറ്റി കൊണ്ടുപോകുവാൻ കഴിയും. A man is ready to do many things, but the simple form is you have to believe in heart and confess with mouth, and that is where Holy Spirit can take you to the different levels. കണ്ണു തുറന്നേ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടിയുള്ള ഏറ്റവും ശക്തിയേറിയ ദൈവത്തിന്റെ തത്വമാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തുറന്നു തരുന്നത്. God is opening up something which is going to lead you into a great blessing. Hallelujah. 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 മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഇതേ ചിന്തകൾ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ വരികയാണ്. അതിന്റെ 11-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും വിശ്വസിച്ചുകൊണ്ട്, നിങ്ങളിൽ ആരെങ്കിലും 11-ന്റെ 23-ാമത്തെ വാക്യത്തിൽ പറയും, നിങ്ങളിൽ ആരെങ്കിലും തന്റെ ഹൃദയം വായിക്കൂ. ആരെങ്കിലും ആരുമായിക്കൊള്ളട്ടെ, അതിന് പരിചയമോ പഴക്കമോ ഒന്നുമല്ല പരിശുദ്ധാത്മാവ് നോക്കുന്നത്. Mark chapter 11 verse 23, it says whoever it might be, God does not look at anything else. It might be anyone who is going to believe. നിങ്ങളിൽ ആരെങ്കിലും, whoever it is, come on വായിച്ചോ. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട്, പറയുന്നത് what you say
അതിനിടയിലെ വാക്യം വിടുകയാ. പറയുന്നത് What you say, വിശ്വസിച്ചുകൊണ്ട് if you believe it, ഈ മലയോട്, and if you speak to the mountain, ഈ വെല്ലുവിളിയോട്, if you speak to the ഈ challenge, പ്രതിസന്ധിയോട്, if you speak to your ഈ situation, തകർച്ചയോട്, if you speak to your അവൻ destruction, നിന്നെ ഉടച്ചു കളയുമെന്ന് നാളുകളായി നീ കേൾക്കുന്ന ശബ്ദത്തോട് all the voice that you've been hearing for so many ഹൃദയത്തിൽ days, വിശ്വസിച്ചുകൊണ്ട്, if you believe it in your heart, ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് if you believe it in your heart, നിങ്ങൾ പറഞ്ഞാൽ if you speak, അത് ചെന്ന് സമുദ്രത്തിൽ വീഴും. it will fall into the sea. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. അത് Hallelujah. ട്യൂമർ ആകട്ടെ, It അത് might be so ക്യാൻസർ big. ആകട്ടെ, It is a cancer. ഹല്ലേലൂയ, അത് സമുദ്രത്തിൽ ചെന്ന് വീഴും. It will be cast into the sea. ഹല്ലേലൂയ. ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും പറയുന്ന യോഗത്തിന് വന്നിരുന്നിട്ട് എനിക്കൊരു ദൂത് കേൾക്കാൻ പറ്റിയില്ല. സ്തോത്രം. എൻ്റെ തലയിൽ കൈവച്ച് ദൂത് പറഞ്ഞില്ല. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ശിശുക്കളായി ആമേൻ ഇന്നമേൻ വീണ്ടും വീണ്ടും പാല് കുടിക്കാതെ ദൈവവചനത്തിന്റെ തത്വത്തിലേക്ക് കയറി വാ. അവിടെയാണ് നിനക്ക് വേണ്ടി പരിശുദ്ധാത്മ ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ മറഞ്ഞിരിക്കുന്നത്. We have to come up into the philosophies and theology which God has kept for us rather than being babies. ഇത് തിയോളജി അല്ല ഞാൻ പറയുന്നത്. I'm not just teaching you about ഏറ്റവും theology. ലളിതമായി ഇതിനകത്തിരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞിന് പോലും മനസ്സിലാകുന്ന വിധത്തിൽ നമ്മുടെ കിഡ്സ് ചർച്ചിലെ കുഞ്ഞുങ്ങൾക്ക് പോലും ഉപയോഗിക്കുവാൻ പറ്റുന്ന മെത്തേഡാണിത്. നിങ്ങൾ ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. It is something very simple even for kids to apply, that if you follow it you will be blessed. നിങ്ങളിൽ ആരെങ്കിലും ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് If any one of you who is here believe in ഈ his മലയോട് heart, ചെന്ന് സമുദ്രത്തിൽ വീഴാൻ പറഞ്ഞാൽ, and if you say to this mountain to be cast into the sea, പറഞ്ഞാൽ if you speak like that, ഫെയ്ത്ത് പ്രീച്ചേഴ്സ് ആ രോഗശാന്തി വരപ്രാപ്തരായ ശുശ്രൂഷകന്മാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണിത്. സ്തോത്രം. എന്തോന്ന്? വിശ്വസിച്ചുകൊണ്ട് മാറാൻ പറഞ്ഞാൽ മാറിയിരിക്കും. this is how all the healers and ministers work. If they believe and speak, it will change. വിശ്വാസം എന്നാൽ എന്താ? ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. What is faith? Faith is things of things which you hope for, ഹൃദയത്തിൽ assurance of what you വിശ്വസിച്ച്, didn't ഹൃദയത്തിൽ see. വിശ്വസിച്ച്, If you believe in your heart, ഹൃദയത്തിലുള്ള എല്ലാ ചിന്തകളെയും മാറ്റിവെച്ച്, pushing away all the other thoughts, ഹൃദയത്തിലെ എല്ലാ സംശയങ്ങളും മാറ്റിവെച്ച്, all the doubts aside, എല്ലാ വിശ്വാസങ്ങളെയും മാറ്റിവെച്ച്, all the other unbeliefs you put it ഇന്നു out, വരെ നടക്കാത്ത കാര്യങ്ങളെ ഹൃദയത്തിൽ കൊണ്ടുവന്നിട്ട്, something which has not happened so far, വിളിച്ചു പറ, വിളിച്ചു പറ. As you put it in your heart, ആ കാര്യങ്ങളെ വിളിച്ചു പറ. look at those things and keep speaking out of those things. നിവൃത്തിയുണ്ടെങ്കിൽ പിശാച് ഈ വക കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കത്തില്ല. And that is how most of the time Satan tries make you not to speak of this. മറ്റേ കാര്യം അവൻ പറയിപ്പിക്കും. Maybe he'll tell you all the negative things. ഞാനിത് പഠിച്ച ശരിയാകത്തില്ല. Maybe he'll tell you if you do this it will ഞാൻ not എൻട്രൻസ് work. എഴുതിയ ശരിയാകത്തില്ല. If you do this it may not work. ഈ ഭവനത്തിലെ ഭയങ്കര ബന്ധനം, ഒരു ബന്ധനം നിനക്കില്ല കുഞ്ഞേ. ഹല്ലേലൂയ. He'll say, യേശു നിന്റെ അകത്തുണ്ട്. He'll say, here maybe I'm having difficulties, Come on, but Jesus is ചേർന്നാമേ there പറ. with you. ഹല്ലേലൂയ. ഈ ജോലി ശരിയാകത്തില്ല, ഈ ജോലി ശരിയാകത്തില്ലെന്നല്ല പറയും. നീ കാരണം കമ്പനി കൂടെ മുടിച്ചു കളയാതെ അവിടെ നിന്ന് പറ, ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ട് ഈ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടും. Don't say that this work is not going to be easy for me, but say I am here. That is why the company is blessed. ഹല്ലേലൂയ. രാജാവിന് വല്ലതും തോന്നുന്നോ നിങ്ങളുടെ അകത്ത്? Are you able to feel something inside of you? നിങ്ങളുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ട അന്ന് മുതൽ ഈ നാശം പിടിച്ച ഇടപാട് വരാൻ തുടങ്ങിയത്. നോ, വായടയ്ക്ക്, ക്ലോസ് യുവർ മൗത്ത്. You may say that, okay, from the time I started with you, my life is trouble. ഇന്ന് മുതൽ പറ, ഈ വീട്ടിൽ വന്നത് മുതൽ എന്റെ അനുഗ്രഹം ആരംഭിച്ചു കഴിഞ്ഞു. And start saying that the moment I stepped in, my blessings had started. ഈ സഭയ്ക്കകത്ത് വന്ന അന്ന് മുതൽ എന്റെ അനുഗ്രഹം അവൻ ആരംഭിച്ചു കഴിഞ്ഞു. From the time I started coming to the church, I've been blessed. ഹല്ലേലൂയ. ഈ സിസ്റ്ററിന്റെ അടുത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആരാധിക്കാൻ പോലും പറ്റുന്നില്ല എന്നല്ല പറയേണ്ടത്. ഹല്ലേലൂയ. അവൾ വിശുദ്ധ മന്ദിരമാണ്. അവളെന്റെ അടുത്താകാവുള്ളത് കൊണ്ട്, വിശുദ്ധന്മാരുടെ കൂട്ടായ്മ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് അവൾ എനിക്കൊരു നന്മയാണ്. We'll have to say that this sister sitting near me is a temple of God, and because of her യേശുവിന്റെ presence, നാമത്തിൽ I'm also blessed. കാഴ്ചപ്പാടുകളിലേക്ക് സഭ കയറി വാ ഇന്ന് പകല്. Let the church walk into these perspectives. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, As you believe, യേശു കർത്താവ് തന്നെ പറയുന്ന ശക്തിയേറിയ ഒരാശയമാണ്. യേശു അതിന് ചെറിയ കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കുന്നത്. ഈ മലയോട്, he's not just telling smaller things. ഈ He's pointing to the മലയോട് mountain.
കടബാധ്യതയാണോ അതാ നിന്റെ ജീവിതത്തിലെ മല. If there is a debt and വിവാഹം that seems a നടക്കാത്തതാണോ mountain, അതാണ് നിന്റെ ജീവിതത്തിന്റെ മല or you're എന്ന് not able to പറയുന്നത്. get married, is that your mountain? ആരോഗ്യമില്ലായ്മയാണോ നിന്റെ ജീവിതത്തിന്റെ ഉള്ളത് അതത്രേ നിന്റെ മല. എന്നാൽ വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ ആ ഡോക്ടറെ കണ്ടാൽ ഈ ഹോസ്പിറ്റലിൽ പോയ ആയുർവേദ ഹോമിയോ അലോപ്പതി ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ മിണ്ടത്തില്ല. വാ തുറക്കുന്ന ഒരു 10 എണ്ണത്തിന് എനിക്ക് ആവശ്യം. ഹല്ലേലൂയ. Even it might be going to any hospital looking for any healing. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ If you're going to confess it from your mouth, സമുദ്രത്തിൽ ചെന്ന് വീഴുന്ന ശബ്ദം നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. you will be able to hear the sound as this falls into the sea. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതേ കാഴ്ചപ്പാട് ഹല്ലേലൂയ അപ്പസ്തോലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായത്തിൽ ഇതേ കാഴ്ചപ്പാട് കുറച്ചുകൂടി ഗൗരവമായിട്ട് കൊരിന്ത്യ ചർച്ചിനെ പഠിപ്പിക്കുകയാണ്. The same concept is what Paul is teaching to the Corinthians church. 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു. I believed, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. and therefore I speak. നിനക്ക് വിശ്വാസമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കരുത്. Do not speak what you don't believe. ഞാൻ വിശ്വസിച്ചു. I believed. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? Is everyone with me? ഞാൻ വിശ്വസിച്ചു. I have faith, I believed, അതുകൊണ്ട് വിശ്വസിച്ച കാര്യത്തെ ഞാൻ സംസാരിച്ചു. and I speak what I believed. അടുത്ത ഭാഗം. എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ. ആമേൻ. പുതിയ നിയമസഭയ്ക്ക് വേണ്ടിയുള്ള ദൂതായി പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത്. He has written it this for the new church. ഞങ്ങളുടെ മേലുള്ളത് വിശ്വാസത്തിന്റെ അതേ ആത്മാവ്. The same spirit is there at what we have. വിശ്വാസത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകത എന്ത്? വിശ്വാസത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകത ഞാൻ എന്ത് കേൾക്കുന്നോ ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കും. The same spirit of faith has his ability that what I hear, that is what I speak. ഹല്ലേലൂയ. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഞാൻ കൊച്ചൊരു ആമേൻ എൻ്റെ അനുഭവത്തിലൊരു ആമേൻ ഒരു എക്സാമ്പിൾ പറയാം. Let me give you an example of my experience. സ്തോത്രം. കുറേ കാല വർഷങ്ങൾക്ക് പിറകിൽ Some years back, ഒരു ദൈവദാസി എന്നോടൊരു ദൂത് പറഞ്ഞു. there was a prophetess. She gave a prophecy for me. നിന്നെ ഒരു ഐലൻഡിൽ ഞാൻ അയക്കുമെന്ന്. I will send you to an island. കഴിഞ്ഞ അങ്ങേ ആഴ്ചയിൽ The previous week, ഒരു ഐലൻഡിൽ പ്രസംഗിക്കുവാൻ ഒരു ഇൻവിറ്റേഷൻ ദൈവം എനിക്ക് തന്നു. and I was invited to preach in an island. ആ പ്രൊഫസിയോ ഇനി ഞാൻ ഐലൻഡിൽ പോവോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. It is not about the prophecy or whether I go for the island. ഈ ഐലൻഡിന്റെ വാതിൽ എങ്ങനെ തുറന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. I am telling you how the door of this island opened. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു, എന്നോട് പറയണേ, എൻ്റെ കൂടെ നിൽക്കണേ. ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന്. ഞാൻ വിശ്വസിച്ചു. I believed. നാട്ടുകാരെല്ലാവരും പറയുന്നത് പറയാനല്ല ദൈവം എന്നെ വിളിച്ചത്. God did not call me what everyone else is talking. ശബന റമന ഹാശസിയ. ആ ഭാഗത്തൊക്കെ ഒടിഞ്ഞിരിക്കുന്നത് നിവർന്നൊന്നിരുന്നേ എൻ്റെ കൂടെ വന്നേ. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഞാൻ എന്താ വായിച്ചത്? ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ ഞാൻ സംസാരിച്ചു. വിശ്വസിച്ചു ആശിക്കുന്നതിന്റെ ഉറപ്പ്. I believed of what our assurance is. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. Something which is confidence of what we haven't seen. എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന പ്രോമിസുകൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുവാൻ വല്ലപ്പോഴും ദൈവസ്ഥനിൽ ഇരിക്കുന്ന ഒരു പതിവ് അന്നും ഇന്നും എനിക്കുണ്ട്. I still sit in God's presence for all the promises which He has given in my life. ആ പ്രാർത്ഥനയുടെ സമയത്ത് ദൈവം എന്നോട് പറഞ്ഞ പ്രോമിസുകൾക്ക് വേണ്ടി മാത്രമുള്ള പ്രയർ ആയിരിക്കും. And that prayer is only for all the promises God has given to me. പാസ്റ്റർ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. നിങ്ങൾ കേട്ട പ്രോമിസിന് വേണ്ടി വേണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. I wouldn't pray for all the promises that you have here. You have it for you. ഹല്ലേലൂയ. ഞങ്ങൾക്ക് സമയമില്ല. അതെ, എനിക്ക് ഒരു ഭാര്യ 2 പിള്ളേരും ഉണ്ടെന്നേ. I also don't have time like you have. എനിക്കും നിങ്ങളെപ്പോലെ തന്നെ വീടും ജീവിത സാഹചര്യം ഉണ്ടെന്നേ. I also have a home and family like you. എന്റെ വണ്ടി ഓടിക്കുന്നത് ഞാൻ തന്നെയാ. I only drive my car. അതിനകത്ത് ഇന്ധനം വാങ്ങി ഒഴിക്കുന്നത് ഞാൻ തന്നെയാ. I am the one who is doing most of the things ഇത് there. തന്നെയല്ലേ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നത്? And like you do all the work സിസ്റ്റർ at വീട്ടിൽ home. ഇതെല്ലാം ചെയ്യുന്നില്ലേ? ഇല്ലേ? ഇല്ല, സിസ്റ്റർ ചെയ്യുന്നില്ല. ബ്രദർ ചെയ്യുന്നില്ലേ? പിന്നെ ഇത് സമയമില്ല നീ പറയുന്നേ? ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പ്രോമിസുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. I keep spending time for praying for my promises. അങ്ങനെ ഹല്ലേലൂയ ഞാൻ ദിവസങ്ങളിൽ ആവർത്തിച്ച് ഞാൻ വിശ്വസിച്ചു. ഞാൻ എന്ത് വിശ്വസിച്ചോ അത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഐലൻഡിലേക്കുള്ള വാതിൽ ദൈവം തുറക്കുമെന്ന്.
I was keep on believing and I was confessing that there's going to be a door opened up for an island. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇൻവിറ്റേഷൻ ദൈവം എനിക്ക് വേണ്ടി തുറക്കുന്നത്. And that is where this invitation is given to me. അത് തുറന്നത് ആരാ? അത് തുറന്നത് ഞാനാ. Who opened it? I was the one who was making it to open. ചർച്ച്, വേദപുസ്തകത്തിലേക്ക് വാ. Come back to the scripture. വല്ലയിടത്തും കേട്ടത് കൊണ്ട് നടക്കാതെ വേദപുസ്തകത്തിലേക്ക് വാ. Don't just listen or walk by what you hear, but come back to the scripture. ഹല്ലേലൂയ. പൗലോസ്ലീഹ പറയുകയാണ്, എന്താ പറഞ്ഞത്? ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. Paul says, I believed and therefore I spoke. ഞാൻ വിശ്വസിക്കാത്ത കാര്യങ്ങൾ ഞാൻ സംസാരിക്കരുത്. If you don't believe in something, then don't speak പക്ഷെ about ഞാൻ it. വിശ്വസിച്ചു, അത് തന്നെ ഞാൻ സംസാരിക്കുന്നു. I believed and that is what I'm speaking. അത് തന്നെ ഞാൻ സംസാരിക്കുന്നു And that is the only thing that I'm എന്ന് speaking. എഴുതിയിരിക്കുന്നത് പോലെ, And that's how it is written in the scripture. വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ. വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഇതിനകത്ത് ഇരിക്കുന്ന എല്ലാവരുടെ മേലും വിശ്വാസത്തിന്റെ ആത്മാവുണ്ട്. Whoever is here, we have all the same spirit of faith upon കാരണം us. രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. Because we all got saved by faith. നിത്യതയിലേക്ക് നടന്നു നീങ്ങുന്നതും വിശ്വാസത്താലാണ്. And we are walking towards eternity by ഞാൻ faith. കർത്താവിനെ കണ്ടുമുട്ടുന്നതും വിശ്വാസത്താലാണ്. I am seeing God by faith. ഞാൻ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുന്നത് വിശ്വാസത്താലാണ്. I am hearing the voice of Holy ഞാൻ Spirit by faith. പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കുന്നതും വിശ്വാസത്താലാണ്. I am walking with Holy Spirit by അതുകൊണ്ട് faith. പൗലോസിനോട് ചേർന്ന് എനിക്ക് ഇന്ന് പകൽ പറയുവാൻ കഴിയും, കൊരിന്ത്യൻ ചർച്ചിനോട് ചേർന്ന് എനിക്ക് പറയുവാൻ കഴിയും, അതേ ആത്മാവ് എൻ്റെ മേലുണ്ട്. And that is how with faith I can say that I have the same spirit in me. അതേ ആത്മാവ് എൻ്റെ മേലുണ്ട്. I have the same spirit of faith അതേ in me. ആത്മാവ് എൻ്റെ മേലുള്ളത് കൊണ്ട് Just because I have the same spirit of faith, ആത്മാവിൽ ഞാൻ സംസാരിച്ചു തുടങ്ങുകയാണ് ഇന്ന് പകല്. I am speaking in faith. അതേ ആത്മാവ് എൻ്റെ മേലുള്ളത് കൊണ്ട് Because I have the same spirit, എന്നെ തകിടം മറിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. there is no power which can pull me down. എന്നെ ഇല്ലായ്മ ചെയ്തു കളയുവാൻ ഒരു ശക്തിക്കും സാധിക്കത്തില്ല. There is no power which can distract me. വിശ്വാസത്തിന്റെ അതേ ആത്മാവ് എൻ്റെ മേലുള്ളത് കൊണ്ട് Since I have the same faith of ഞാൻ spirit, ജയാളിയായി മാറും. I will be victorious. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കോ. Because the righteous will എന്റെ live by നീതിമാൻ faith. വിശ്വാസത്താൽ ജീവിക്കോ. Because the righteousness will live by ഞാൻ faith. ജയാളിയായി മാറോ. I will turn victorious. ഞാൻ പതറുകയില്ല. I will not be ഞാൻ shaken. തളരുകയില്ല. I will not be pulling ഞാൻ down. നിരാശപ്പെടുകയില്ല. I will not be ഞാൻ pulled down. ക്ഷീണിച്ചു I പോവുകയില്ല. will not be tired. കാരണം വിശ്വാസത്തിന്റെ അതേ ആത്മാവ്, Because I have the same spirit of faith. വിശ്വാസം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന അതേ ആത്മാവ് The same words as അതെന്റെ faith മേലുണ്ട്. speaks, I have it in me. അതെന്റെ മേലുണ്ട്. I have him upon അതെന്റെ me. മേലുള്ളത് കൊണ്ട് എന്റെ വല നിറയപ്പെടും. And that is why I'll be able to എന്റെ fill വല it up. നിറയപ്പെടും. I'll be able to fill it അത് up. ഉള്ളത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ഈ റോമൻ ഇമ്പീരിയൽ മുദ്രകളെ പൊളിച്ചുകൊണ്ട് പുറത്തു വരും. And that is why I'm able to break down all the ഞാൻ seals and പുറത്തു come വരും. out. I'll be able to come ഞാൻ out. പുറത്തു വരും. I'll be able to come out. Come on, in the name of Jesus. In the name of Jesus. ഇന്ന് പകൽ ഈ ദൈവ സന്നിധിയിൽ ഇരുന്ന് വായടച്ചിരിക്കാതെ വായ തുറന്ന് യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറ ആമേൻ, ഞാൻ പുറത്തു വരും. Open your mouth and tell in the name of Jesus ഞാൻ that പുറത്തു I'll be വരും. coming out. വിശ്വസിക്കുന്നവർ പറഞ്ഞേ, വിശ്വസിക്കുന്നവർ If you പറഞ്ഞേ, believe, tell it വിശ്വസിക്കുന്നവർ out. പറഞ്ഞേ. നിങ്ങൾ ചിലരെങ്കിലും മൗനമായിരിക്കാതെ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ സ്തുതി പാടേണ്ടതിന് തന്നെ. Just like the psalmist says, we don't have to be silent. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ പറയുകയാ. I believed and therefore I'm speaking. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. വിശ്വസിക്കുന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കണം. The one who believes will be constantly saying it. വിശ്വസിക്കുന്നവർ, The one who believes. അടുത്തിരിക്കുന്നവരോട് വിശ്വസിക്കുന്ന നീ പറഞ്ഞുകൊണ്ടേയിരിക്കണം. Tell to your neighbor, if you believe, you will be keep on speaking. അത് സംഭവിക്കും. And it will happen. അത് സംഭവിക്കും. And it will come true. അത് നടക്കും. It will come true. 2-3 കാര്യം പിടിച്ചോ. നീ വിശ്വസിക്കുന്ന നീ പറയണം. Tell to at least 2-3 people what you believe, tell it out. ഹല്ലേലൂയ. വിശ്വസിക്കുന്നത് തന്നെ, As you believe, വിശ്വസിക്കുന്നത് തന്നെ as you're having faith on, നീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ as you keep speaking that, പാറകൾ പിളർത്തുന്ന ദൈവം, and a God who can split open the mountains, താമ്രവാതിലുകളെ ഉടച്ചു കളയുന്ന കർത്താവ്, a God who can break down all iron corridors, ഇരുമ്പോടാമ്പലുകളെ മുറിക്കുന്നവൻ, and the one who can crush down the iron നിങ്ങൾക്ക് walls. വേണ്ടി വൻ കാര്യങ്ങളെ അവൻ He ചെയ്തിരിക്കും. is going to do mighty things for you. ഹല്ലേലൂയ. രണ്ടാമതൊരു ആശയം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ പോവുകയാ. I want to tell the second thing and pray.
നമ്മുടെ ഉള്ളിൽ വിശ്വാസം വർക്കൗട്ട് ചെയ്യണമെങ്കിൽ, if you wanted the acts of faith to be upon you, നമ്മുടെ അകത്ത് വിശ്വാസം പ്രവർത്തിക്കണമെങ്കിൽ, if you wanted the manifestations of faith in you, ക്ഷമ കൊടുക്കുവാനും ക്ഷമ സ്വീകരിക്കുവാനും നമുക്ക് സാധിച്ചിരിക്കണം. we will have to seek forgiveness and also forgive others. ക്ഷമിക്കപ്പെടാത്ത ആരോടെങ്കിലും ക്ഷമിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയില്ല. If you can't forgive someone, and then it will be hard for you to have faith. എന്ത് നിശബ്ദത! വാട്ട് എ വണ്ടർഫുൾ! ഹല്ലേലൂയ! ആരോടെങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കുവാനുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ അകത്ത് വിഷം പോലെ കിടക്കുകയാണത്. If you have something which has disturbed you and you're not able to forgive them, then it is going to be inside like a poison in നിങ്ങൾക്ക് you. ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അകത്ത് ദൈവം പകർന്നിരിക്കുന്ന വിശ്വാസം അത് പ്രവർത്തന സജ്ജമാവുകയില്ല. If you're not able to forgive someone in you, then the faith which God has kept in you is not still working. നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ കർത്താവുമായിട്ട് നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടായിരിക്കുകയില്ല. And even if you're not able to forgive, then you don't have a fellowship with God. നിങ്ങൾ ഇരുട്ടിൽ നടക്കുന്നവർക്ക് തുല്യമായി തീരും. You will be someone equal to one who's walking in the darkness. നിങ്ങൾ അന്ധകാരത്തിന്റെ ആധിപത്യത്തിന്റെ കീഴിലായി തീരും. You are still under hold of this darkness. ഹല്ലേലൂയ! 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ വായിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ. 2 Corinthians chapter 2 verse 10 and 11. നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവനോട് ഞാനും നിങ്ങൾ ക്ഷമിക്കുന്നു, വല്ലതും ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. ഞാനും ക്ഷമിക്കുന്നു. എന്നാൽ ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിന്റെ സന്നിധാനത്തിൽ ക്ഷമിച്ചിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇങ്ങനെയാണ് സാത്താൻ നിങ്ങളെ മുതലെടുക്കരുത്. That Satan should not take any advantage of you. അവൻ നിങ്ങളെ മുതലെടുക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. You are not ignorant of his devices. ആ വചനത്തിന്റെ യഥാർത്ഥ വ്യാഖ്യാനത്തിന്റെ ഡെപ്ത് കിടക്കുന്നത് ആമേൻ ആദ്യം വായിച്ച വാക്യത്തിനകത്താണ്. The real depth of the passage is lying above the scripture. പിശാചിന്റെ പ്രവൃത്തികൾ നിങ്ങളെ സ്വാധീനിക്കുന്ന സാഹചര്യം ഏതാണ് എന്നാണ് പൗലോസ് പറയുന്നത്. He is telling us a situation where Satan can easily take നിങ്ങൾ advantage of you. ഒരുവനോട് ക്ഷമിക്കുവാനുണ്ട് എങ്കിൽ If you're supposed to forgive someone, സാത്താൻ നിങ്ങളെ മുതലെടുക്കും. and Satan is going to take advantage of it. അതാരുമായിക്കൊള്ളട്ടെ, അപ്പനോടോ അമ്മയോടോ സഹോദരങ്ങളോടോ ആമേൻ പാസ്റ്ററോടോ സെൽ ലീഡറോടോ ചർച്ചിലെ ആരോടെങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കുവാനുണ്ട് എങ്കിൽ, It might be anyone who is around you, your family or church, but still if you're having a situation നിങ്ങൾ to forgive, ക്ഷമ ആമേൻ നിങ്ങൾ സ്വീകരിക്കുന്നവരും ക്ഷമയെ കൊടുക്കുന്നവരുമായിരിക്കണം. you are supposed to receive and give forgiveness. നിങ്ങൾ ക്ഷമിക്കാതെ വഴിമാറി നടന്നതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയില്ല. If you're going to move astray from this forgiveness, you're not going to be blessed. നിങ്ങൾ ക്ഷമ കൊടുക്കാതെ ഒരുവനെ കാണുമ്പോൾ വഴിമാറി സഞ്ചരിച്ചതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയില്ല. Even if you don't give forgiveness and you move away from them, you're not going to be blessed. നിങ്ങൾ ക്ഷമിക്കാതെ ചർച്ച മാറിയത് കൊണ്ട് പ്രയോജനപ്പെടുകയില്ല. Even if you're just moving away from a church and not forgiving, it's not എന്നാൽ going to give you anything. കർത്താവാക്കിയിരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ ഈ ക്ഷമയുടെ തത്വത്തെ നിങ്ങൾ പാലിക്കുവാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്തുനിന്ന് പുറപ്പെടുന്നത് കർത്താവിന്റെ വിശ്വാസമായിരിക്കും. Now if you're going to forgive them or receive and give forgiveness in the place where you are, there's going to be God's blessing flowing out. അതുകൊണ്ട് പൗലോസ് പറയുന്നത് സാത്താൻ നിങ്ങളെ മുതലെടുക്കരുത്. And that is why he says, don't let Satan take advantage of you. ചിലർ വഴക്കുണ്ടാക്കിയിട്ട് ശനിയാഴ്ച ക്ഷമ പറഞ്ഞ് കർത്താവിനെ ആരാധിക്കാൻ വരുന്നവരുണ്ട്. Maybe there are people who have arguments and then Saturday they reconcile and come back. മറ്റു ചിലരോ ശനിയാഴ്ചയല്ല ഞായറാഴ്ചയല്ല കർത്താവ് തന്നെ ഇവിടെ ഇറങ്ങി വന്നാലും ആമേൻ ഞാൻ ക്ഷമ പറയാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. And there are some people, I don't care, even Jesus comes, I'm not going to be reconciling. ഇന്നത്തെ ആരാധന സുഗ്രാഹ്യമായി കർത്താവിങ്കലേക്ക് നിങ്ങളിൽ നിന്ന് ഉയർന്നു പൊങ്ങിയിട്ടില്ല. Now what we can understand is you don't have the worship of God raising up in you. നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, എൻ്റെ കൂടെ ഉണ്ടല്ലോ. Is everyone with you? Come on, വായി തുറന്ന് ഹല്ലേലൂയ. Tell a hallelujah. നിങ്ങളുടെ അകത്തു നിന്ന് വിശ്വാസം പുറപ്പെടണമെങ്കിൽ If you wanted faith to start from you, നിങ്ങൾ സകലരോടും ക്ഷമിക്കണം. you'll have to forgive everyone. സകലരോടും ക്ഷമിക്കണം. You'll have to forgive everyone. ആരോടും നിങ്ങൾ ക്ഷമ പറയുവാൻ നിങ്ങൾ തയ്യാറാകണം. You had be ready to ask forgiveness from anyone. ചിലർ ക്ഷമ പറയത്തില്ല, ജീവൻ കളഞ്ഞാലും അവർ ക്ഷമ പറയത്തില്ല. Maybe there are people who are like so strong that they don't എനിക്ക് ask ഏറെ ഇഷ്ടം ക്ഷമ forgiveness. പറയാനാ. I'm happy to ask forgiveness. ഹല്ലേലൂയ. ക്ഷമ പറയുന്നിടത്തോളം ഇത്രയും അനുഗ്രഹം വേറെ ഒന്നുമില്ല. Now
Now, if you're going to ask forgiveness, and that is where you have greater blessings. ക്ഷമ പറയുന്നിടത്തോളം ഇത്രയും ആമേൻ ശുഭകരമായ ഒരു യാത്ര മറ്റെവിടെയും നിനക്ക് കിട്ടത്തില്ല. Now, if you're going to ask forgiveness, and that is where there's going to be a journey happening for you. ക്ഷമ പറയണമെങ്കിൽ അഥവാ ആമേൻ ദൈവത്തിന്റെ ക്ഷമ നിന്റെ മേൽ സംഭവിക്കണമെങ്കിൽ ഒന്ന് ദൈവസന്നിധിയിൽ നിനക്കൊരു തീരുമാനമുണ്ടായിരിക്കണം. If you wanted God's forgiveness to manifest, there should be one commitment for you in God's വിശുദ്ധ presence. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 12 മുതൽ അതിന്റെ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്ഷമയെക്കുറിച്ച് കർത്താവ് മനോഹരമായി നമ്മെ പഠിപ്പിക്കുകയാണ്. We could see in Matthew chapter 6 where God teaches beautifully about forgiveness. ക്ഷമയെ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ലിമിറ്റുകൾ കർത്താവ് എടുത്തു മാറ്റും. And when you are giving forgiveness, God is going to turn away your limitations. നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ പരിമിതികളെല്ലാം പരിശുദ്ധാത്മാവ് പൊളിച്ചു മാറ്റും. When you are ready to give forgiveness, God is going to take away all your boundaries. ക്ഷമിക്കാതെ വേണമെങ്കിൽ 10 പാട്ടുകൾ പാടാം. Without forgiveness, you may sing 10 songs. പക്ഷെ ദൈവശക്തി നിങ്ങളിലൂടെ പുറപ്പെടണമെങ്കിൽ, But if you want God's power to manifest, ദൈവശക്തി നിങ്ങളിലൂടെ പുറപ്പെടണമെങ്കിൽ, if you want God's power to manifest, ഭാര്യയോട് ദേഷ്യപ്പെട്ടിട്ട് ഇവിടെ ഒന്ന് കൈയടിക്കാം. ആരറിയാനാ? what is the point of you having anger inside and you put അറിയില്ലെന്ന് hands? വിചാരിക്കണ്ട. ഹല്ലേലൂയ. Maybe you think no one knows about it. ആരോട് ദേഷ്യപ്പെട്ടിട്ട് വേണമെങ്കിൽ ഇവിടെ വന്ന് നിനക്ക് കരയികൾ അടിക്കാനോ പാട്ട് പാടാനോ 5 പാട്ടല്ല 6 പാട്ട് വേണമെങ്കിൽ ഇവിടെ 5 പാടുന്നുള്ള നീ ഒരെണ്ണം കൂടെ കൂടുതൽ പാടുന്നുണ്ടാകാം. Maybe you can just be having anger towards someone and still come here and sing so many songs. പക്ഷേ ദൈവശക്തി നിങ്ങളിൽ നിന്ന് പുറപ്പെടണമെങ്കിൽ, But God's power will not work from you. ദൈവശക്തിയും ഫെയ്ത്ത് വിശ്വാസവും തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആണ്. God's power and faith, they having a connection. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ദൈവശക്തി. That is why Apostle Paul writes in his epistles, he says, one who believes and through him is where the power empowers and come out. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ദൈവശക്തി. There is a power which is extending out യേശുവിൽ from one who വിശ്വസിക്കുന്നവരിൽ believes. നിന്ന് ദൈവത്തിന്റെ ശക്തി പുറപ്പെടും. The one who believes in Jesus is where he will be able to give the power. വിശ്വാസമുള്ളവന്റെ അകത്തുനിന്ന് ശക്തി പുറപ്പെടും. And the one who has faith is where the power starts from him. എന്നാൽ വിശ്വാസം പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ സകലരോടും ക്ഷമിക്കുന്നവരായിരിക്കണം. But then to start your faith, you will have to be asking സകലരെ forgiveness. കുറിച്ചും കംപ്ലൈന്റ് പറഞ്ഞ് നടക്കാതെ നീ സകലരോട് ക്ഷമിക്കുക ഇന്ന് പകല്. You will not have to be complaining about others, but forgive എങ്കിൽ others. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഫെയ്ത്ത് വിശ്വാസം നിങ്ങളുടെ അകത്തു നിന്ന് അത് പുറപ്പെടും. And that is where an extraordinary faith is going to start working ഒരുവനോട് from you. ക്ഷമിക്കണമെങ്കിൽ ഒന്ന് നിന്റെ അകത്ത് നിനക്കൊരു തീരുമാനം ഉണ്ടാകണം. If you want it to be forgiving somebody, you will have to have a decision ഇവിടെ in you. വാക്യം വായിക്കുമ്പോൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് കൊണ്ട്. Just like we forgive our debtors, ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് കാശിന്റെ കാര്യമല്ലേ പറയുന്നത്. it is not talking about money here. ഞങ്ങളോട് കുഴപ്പമുണ്ടാക്കിയവരോട്, ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കർത്താവേ ഞങ്ങളുടെ കടങ്ങളും അങ്ങ് ക്ഷമിക്കണമേ. We are able to forgive someone who has been torturing us or disturbing us the same way God forgive us. ഹല്ലേലൂയ. അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കുന്നു. 15-ാമത്തെ വാക്യം. The 15th നിങ്ങൾ verse. മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ, നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ, നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും നിങ്ങളുടെ ക്ഷമിക്കുകയില്ല. പിതാവ് നിങ്ങളുടെ നമ്മൾ ആരോട് ക്ഷമിക്കത്തില്ല, പക്ഷേ കർത്താവ് എന്നോട് ക്ഷമിക്കണമേ. കർത്താവ് പറയുന്നു വെരി സോറി. I don't want to forgive anyone for their trespasses, so God will neither forgive me for what I'm doing. ഹലോ, ഹല്ലേലൂയ. ഞാൻ ക്ഷമിക്കത്തില്ല, ഞാൻ മരിച്ചാലും ഞാൻ ക്ഷമിക്കത്തില്ല. We may say that, okay, till my death I'm not going to forgive them. കർത്താവ് പറയുന്നു നിന്നെ ഞാൻ അറിയുന്നില്ല. And that is where Jesus says that I don't know who you are. നിന്നെ ഞാൻ അറിയുന്നില്ല. And he's going to say, I don't know who you are. ആനറ്റ് നിന്നെ ഞാൻ അറിയുന്നില്ല. I don't know who you are. കൊച്ചെ നീ ആരോട് ക്ഷമിച്ചില്ലെന്നല്ല കേട്ടോ, ഞാൻ അങ്ങോട്ട് നോക്കിയ പേര് വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. It is not that you are not forgiving anyone. ഹല്ലേലൂയ. നീ ക്ഷമിച്ച്, നീ ക്ഷമ കൊടുത്താൽ, When you give forgiveness, നീ ക്ഷമ കൊടുത്താൽ when you give forgiveness, കർത്താവ് നിന്നോടും ക്ഷമിക്കും. he is also going to give you forgiveness. കർത്താവ് നിന്നോട് ക്ഷമിച്ചാൽ If God forgives you, നിന്റെ അകത്തു നിന്ന് വിശ്വാസം പുറപ്പെടും. and that is where the faith is going to start from you. ഹല്ലേലൂയ. ഒന്ന് ദൈവസന്നിധിയിൽ നിനക്കൊരു തീരുമാനം വേണം. ഞാൻ ഹല്ലേലൂയ എൻ്റെ കടക്കാരോട് ഞാൻ ക്ഷമിക്കും. You will have to have a decision in God's presence that I'm going to forgive all my ആരെന്ത് debtors. ചെയ്താലും, ആരെന്ത് ചെയ്താലും
No matter ഹല്ലേലൂയ. what ഞാൻ someone does അവരോട് to me, ക്ഷമിക്കും. I am going to forgive them. എന്നെ തകർക്കാൻ ശ്രമിച്ചതോ, If someone is trying to എന്നെ distract me, ഇല്ലായ്മ ചെയ്ത് കളയുവാൻ ശ്രമിച്ചതോ, someone who wants to just vanish എന്നെ me കുറിച്ച് off, അപവാദം പറഞ്ഞതോ, someone who just spoke ill ഇതൊന്നും about എനിക്കൊരു me, വിഷയമില്ല. ഞാൻ ക്ഷമ കൊടുക്കുകയാ. കാര്യം എന്താ? അപ്പോൾ കർത്താവ് എന്നോട് ക്ഷമിക്കുകയാണ്. I am forgiving all of that because God is going to forgive me. അവിടെയാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന തോട്ടമാകുന്ന സഭയുടെ വെളിപ്പാട് വെളിപ്പെട്ടു വരുന്നത്. And that is where Holy Spirit is going to come and work on. രണ്ട്, നിനക്ക് ക്ഷമിക്കുവാൻ കഴിയണമെങ്കിൽ ഹല്ലേലൂയ നീ ദൈവത്തെ ആശ്രയിക്കുന്ന വ്യക്തിയായിരിക്കണം. The second thing, if you wanted to forgive, you should be also relying on God. ഹല്ലേലൂയ. കാര്യം യേശു കർത്താവ് സ്തോത്രം ശിഷ്യന്മാരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവുടെ മേൽ വന്നു. Because when Jesus was there, he blew the Spirit upon them. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് ഹല്ലേലൂയ ഇവിടെ അഴിയപ്പെട്ടിരിക്കും, സ്വർഗ്ഗത്തിൽ ആമേൻ അത് സ്വർഗ്ഗത്തിലും അഴിയപ്പെട്ടിരിക്കുമെന്ന്. And that is when he says to his disciples, what you set free in earth is going to be set free in heaven too. ഭൂമിയിലുള്ള മനുഷ്യന്റെ പാപങ്ങളുടെ മേൽ അധികാരം കൈമാറിയിട്ട് ഈ ശിഷ്യന്മാരെ കർത്താവ് പറഞ്ഞു വിടുകയാണ്. And he is just giving the authority over the sin which was happening in the earth, and he is sending them out. ദൈവത്തിൽ ആശ്രയിച്ച ചിലർ ക്ഷമ പറയാൻ വേണ്ടി ജോസഫ് ഞാനും തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അടുക്കൽ വരെ പോകുക ക്ഷമ പറയാൻ, പക്ഷേ ക്ഷമ പറയാൻ പറ്റത്തില്ല. Even if there is a problem with me and between a fellow believer, if I go near, I can't tell them. എന്തോ നിന്നെ ഇങ്ങനെ പിടിച്ചു വലിക്കുകയാ പുറകിലേക്ക്. നീ പറയണ്ട, ആമേ ജോസ് അല്ലേ കുഴപ്പക്കാരൻ. So it will say like, okay, you don't have to initiate forgiveness. Maybe he did it, so let him start first. പോ പിശാചേ. We have to say, Satan, go away. ജോസോ ബിനോയ് ആരെന്നുള്ളതല്ല, ഞാൻ ക്ഷമ പറയും. It is not who started the concern, but I would just go and ask forgiveness. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ തീർക്കണം. And that is why the scripture says, if you have anything against anyone, you will have to settle it before the sun sets. ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ, Before the sun goes down, പ്രൈസ് ദി ലോർഡ്, അവന്റെ വീട്ടിൽ പോയിട്ടാണെങ്കിലും, even if you have to go to someone's house, ചിലര് വേണമെങ്കിൽ നിന്റെ നമ്പർ മാത്രം ബ്ലോക്ക് ചെയ്ത് വെക്കും. maybe they would have just blocked your number. വീട്ടിൽ പോകാൻ നിവൃത്തിയില്ല. Maybe you don't have a choice to go to their home. ഹല്ലേലൂയ. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ തീരുമാമേൻ ദൈവത്തിന്റെ ആശ്രയം, ദൈവത്തിനെ ആശ്രയിച്ചാൽ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും ക്ഷമ കൊടുക്കുവാനായിട്ട്. And if you rely on Holy Spirit, God is going to definitely help you forgive. ഹല്ലേലൂയ. അവസാനമായിട്ട് നിനക്ക് ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ നീ ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തിയായിരിക്കണം. And the third thing is you have to also obey God. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ശത്രുക്കളോട് നിങ്ങൾ ക്ഷമിപ്പിൻ. And in Luke chapter 6 it says you'll have to forgive all your enemies. ശത്രുക്കളോട് നിനക്ക് വല്ലാതെ ഉപദ്രവം ചെയ്ത വ്യക്തിയോട് പോലും നീ ക്ഷമിക്കുക. അപ്പോൾ മാത്രമേ നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസം സജ്ജമാവുകയുള്ളൂ. You will have to even love your enemies and forgive them. But that is how the faith is going to start working എല്ലാവരും from you. ഭയങ്കര വിശ്വാസമാണ് എന്ന് പറഞ്ഞു പോവുകയും പക്ഷെ ഒരു കാര്യം നടക്കുന്നില്ല. You say that I have strong faith, but then nothing is working. ഒരു പ്രാർത്ഥനയ്ക്ക് പോലും മറുപടി കിട്ടുന്നില്ല. Even a prayer is not answered. ഭയങ്കര വിശ്വാസമാ. But you have a strong faith in you. എന്നാൽ കർത്താവ് പറയുന്നു, നിന്നെ ശത്രുക്കളോട് നീ ക്ഷമിക്കുക. But then you will have to forgive your enemies. നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി പുറപ്പെട്ടവനോട് നീ ക്ഷമിക്കുക. Someone who want to distract you, forgive them. അപ്പോൾ അസാധാരണമായ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ പുറപ്പെടുവാൻ തുടങ്ങും. And that is where an extraordinary faith is going to be released from you. ഹല്ലേലൂയ. ഹല്ലേലൂയ. Hallelujah. ആമേൻ. വിശ്വാസത്തിന്റെ അവസാനത്തെ ഭാഗമാണ് ആമേൻ. വിശ്വാസത്തിന് കറസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ആമേൻ ഒരു മാധ്യമം ആവശ്യമാണ്. To just experience all these acts of faith, he needs something. ഒരു മാധ്യമം ഇല്ലാതെ വിശ്വാസം പ്രവർത്തിക്കത്തില്ല. Without any connection, faith cannot work out. ഹലോ, നിങ്ങൾ മടുത്തോ? ഹല്ലേലൂയ. ഈ വിശ്വാസം യാത്ര ചെയ്യണമെങ്കിൽ, If the faith has to travel, ഹല്ലേലൂയ, ഒരു ആക്ഷൻ വേണം. there has to be a space. എഫേസോസിലെ ശുശ്രൂഷകൾക്ക് ശേഷം തൂറന്നോസിന്റെ പാഠശാലയിൽ പൗലോസ് ഏറെക്കുറെ 3.5 വർഷത്തോളം വചനം സംസാരിച്ചു. Paul was teaching scripture for 3.5 years. അവരിൽ പലരും കൈക്കൊണ്ടു, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. And there were many people who followed it and Holy Spirit was upon them. പ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത്. The book of Acts, we can see that it has been discussed. പൗലോസ് മുഖാന്തിരം ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യുകയാൽ
പൗലോസ് മുഖാന്തിരം ദൈവം അസാധാരണമായി വീര്യപ്രവൃത്തികളെ ചെയ്യിക്കയാൽ അവന്റെ മെയ്മേൽ നിന്ന് റുമാലും ഉത്തിരീയവും രോഗികളുടെ മേൽ അവന്റെ കൊണ്ടുവന്നിടുകയും ശരീരത്തിൽ നിന്ന് സ്പർശിക്കപ്പെട്ട ഒരു ഉത്തരീയം എവിടെ കൊണ്ടുപോയിട്ടാലും വ്യാധികൾ അവരെ വിട്ടുമാറുകയും വ്യാധികളെ അവരെ വിട്ടുമാറുമായിരുന്നു. ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. വ്യാധികൾ മാറുക മാത്രമല്ല, ദുരാത്മാക്കൾ വിട്ടുമാറുമായിരുന്നു. God worked unusual miracles by the hands of Paul. So പൗലോസിന്റെ that മേൽ അസാധാരണമായി വിശ്വാസത്തിന്റെ തലം തുറക്കപ്പെട്ടിരുന്നു. Paul was having an unusual realm of faith opened upon അതുകൊണ്ട് him. തന്റെ ശരീരത്തിൽ സ്പർശിക്കപ്പെട്ട ഒരു വസ്തു എവിടെ കൊണ്ടുപോയി വെച്ചാലും അവിടെ ദൈവ പ്രവൃത്തികൾ നടക്കുമായിരുന്നു. And that is why anything which was in contact with his body, God's power was manifesting തുറന്ന through it. വിശ്വാസത്തിന്റെ ഉടമസ്ഥരായി നിങ്ങൾ മാറിയാൽ, If you are also getting into a faith, നിങ്ങൾ എവിടെ ചവിട്ടിയാലും അവിടെ ദൈവപ്രവൃത്തികൾ സംഭവിക്കും. and wherever you step in, God's work is going to happen there. ഹല്ലേലൂയ. Hallelujah. വിശ്വസിക്കുന്ന നല്ല ആമേൻ പറഞ്ഞോ. Tell an ഇന്ന് പകൽ amen. ഇതിനകത്ത് അങ്ങനെ ഒരു ആത്മമണ്ഡലം തുറക്കാൻ പോവുകയാണ്. This afternoon, God is going to open such a realm here. അങ്ങനെ ഒരു ആത്മതലം തുറക്കാൻ പോവുകയാണ്. There's going to be a godly atmosphere യേശുവിൻ opened up നാമത്തിൽ എത്ര here. പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും ഇന്ന് പകല്? How many of you are able to believe it in this? ഹല്ലേലൂയ. ദൈവത്തിന്റെ നമ്മുടെ മേലുള്ള ഈ വിശ്വാസം, ഇത് ദൈവത്തിന്റെ വിശ്വാസമാണ്. The faith which we have is the faith that God has kept in റോമാ us. ലേഖനം 12:3 പറയുന്നു, നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ വിശ്വാസത്തിന്റെ ഒരു അളവാണ്. We have the same measure of faith which was in Jesus is given ഇത് into നമ്മിൽ us. ആരുടെയും വിശ്വാസമല്ല, ദൈവം നമ്മുടെ മേൽ പകർന്ന വിശ്വാസമാണ്. It is not our own individual faith, it was faith which was given to God. ദൈവത്തിന്റെ വിശ്വാസമായതുകൊണ്ടാണ് നിങ്ങൾ ക്ഷമയെ സ്വീകരിക്കുന്നവരായി മാറണമെന്ന് പരിശുദ്ധയാത്മാവ് ഓർമ്മപ്പെടുത്തിയത്. Because this faith is belonging to God. That is why Holy Spirit is reminding us that we have to ദൈവത്തിന്റെ forgive. വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വിശ്വാസത്താൽ ഹല്ലേലൂയ നമ്മിലൂടെ ചില കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. And that is why we have the same faith. God wants to do certain things through us. ശ്രദ്ധിച്ചു കേൾക്കണ, വിശ്വാസം ദൈവത്തിൻ്റെതാണ്, ആക്ഷൻ നമ്മുടേതാണ്. The faith is from God and the action of faith is from us. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. How many of you are with me? ഒന്നുകൂടെ ഞാൻ പറയാം, വിശ്വാസം ദൈവത്തിൻ്റെതാണ്, The faith is of God, പക്ഷേ പ്രവർത്തിക്കേണ്ടത് നമ്മിൽ ഓരോരുത്തരുമാണ്. but the acts of faith is happening through us. വിശ്വാസവും പ്രവൃത്തിയും ദൈവത്തിൻ്റെതല്ല. വിശ്വാസം ദൈവം നമ്മുടെ മേൽ പകർന്നു, എന്നാൽ ആ വിശ്വാസത്തെ ക്യാരി ചെയ്തുകൊണ്ട് പ്രവർത്തിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. The faith is belonging to God, but the acts of faith are supposed to be dependent on how I ദൈവത്തിന്റെ do it. വിശ്വാസം പൗലോസിന് മേൽ ദൈവം പകർന്നു. God gave the same faith to Paul, ആ വിശ്വാസം അവിടെ സജീവമായി കഴിഞ്ഞപ്പോൾ and when the faith was stored up in him, അവന്റെ ശരീരത്തെ സ്പർശിച്ചിട്ട് ഉത്തരീയം കൊണ്ടുപോയി രോഗികളുടെ മേൽ കൊണ്ടുപോയിട്ടാൽ അവിടെ രോഗികൾ സൗഖ്യമാകുമായിരുന്നു. and as the faith was manifesting out, all those sickness and even healing was happening through the ഹല്ലേലൂയ. body. അവിടെ പ്രവർത്തിച്ചത് ആരാണ്? പ്രവർത്തിക്ക് വേണ്ടി ആ പ്രവർത്തിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടത് ആരാണ്? പൗലോസാണ്. Who was getting ready for it? It was Paul who made it happen. ഇന്ന് പകൽ ദൈവത്തിന്റെ വിശ്വാസത്തെ അവൻ നിങ്ങളുടെ ഉള്ളിൽ പകർന്നിട്ടുണ്ട്. And this afternoon, God has given His faith in you. എന്നാൽ പ്രവർത്തന സജ്ജമാകേണ്ട നമ്മിൽ ഓരോരുത്തരുമാണ്. But the actions are supposed to come out from us. ആക്ഷനുകൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ കർത്താവ് ചെയ്യും. If you are ready to give in for the manifestations, God is going to do greater things through you. വിശ്വസിക്കുന്നു ആമേൻ പറ. If you believe, tell an amen. നിങ്ങളുടെ കർത്താവിന് രോഗികളെ സൗഖ്യമാക്കാനുണ്ട്. God is going to heal people through you. ഹല്ലേലൂയ. നിങ്ങളിലൂടെ ചിലരുടെ ബന്ധിതരെ അഴിക്കാനുണ്ട് ദൈവത്തിന്. God wants to set people free from you. നിങ്ങളിലൂടെ ദൈവത്തിന് ചില പുതിയ വാതിൽ തുറക്കാനുണ്ട്. God wanted to open new doors through you. നിങ്ങളിലൂടെ ചിലരെ കർത്താവിന്റെ ഭവനത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരാനുണ്ട്. Through you, God is going to bring lots of new people here. നിങ്ങളിലൂടെ ദൈവത്തിന് ചിലർക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കാനുണ്ട്. You are going to be a reason for a door open for അതിനു others. വേണ്ടിയാണ് ദൈവം തന്റെ വിശ്വാസത്തെ നിങ്ങളുടെ അകത്തിട്ടിരിക്കുന്നത്. And that is why He has given His faith in വചനം you. പറയുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. And that is the scripture says, the faith is the one which ലോകത്തെ has overcome ജയിച്ചത് the world. നിങ്ങളുടെ അകത്ത് ദൈവം ഇട്ടുതന്ന ദൈവത്തിന്റെ വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്തിരിക്കുന്ന മുഴുവൻ പേർക്കും ലോകത്തെ ജയിക്കുവാൻ കഴിയും. The only thing which has overcome the world is the faith which He has put inside of us. ഹല്ലേലൂയ.
ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും നോക്കി ലോകം പറയുന്നു, ആമേൻ, ഞാൻ നിങ്ങളെ വിഴുങ്ങുമെന്ന്. Maybe the world is telling at you that I'm going അലറുന്ന to swallow സിംഹം you up. പോലെ തകർക്കുവാൻ വേണ്ടി വരുമ്പോൾ When something is trying to come to distract യഹൂദാ you, ഗോത്രത്തിലെ സിംഹമായി അവന്റെ വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ട്. you have the faith of the Lion of Judah with you. ഹല്ലേലൂയ. Hallelujah. ആ വിശ്വാസത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറായാൽ If you believe in that faith and start working on it, നിങ്ങളിലൂടെ വൻ കാര്യങ്ങൾ വെളിപ്പെടും. you are going to experience greater നിങ്ങളുടെ വൻ things. കാര്യങ്ങൾ കർത്താവ് കാണും. You are going to show, witness അന്ന് greater things. വരെയില്ലാത്ത ഒരു ചരിത്രം പൗലോസിൽ ആരംഭിക്കുകയാ. We have to start from the history of Paul. സുവിശേഷങ്ങൾ ഇല്ലാത്തൊരു ചരിത്രം പൗലോസിൽ ആരംഭിക്കുകയാ. There's going to be a history which is getting ഹല്ലേലൂയ. repeated. എന്താ എന്ന ചരിത്രം? പൗലോസിന്റെ ശരീരത്തിൽ മുട്ടിയ ഒരു വമേൻ, ഒരു ഉത്തരീയം എവിടെ കൊണ്ടുപോയിട്ടാലും ദൈവത്തിന് സൗഖ്യം വ്യാപരിക്കുമായിരുന്നു. Any part of his kerchief or even apron on his body was healing. ബാംഗ്ലൂർ സിറ്റിയിലുള്ള കന്നഡ ചർച്ചിന്റെ ഒരു വലിയ ചർച്ചിന്റെ പാസ്റ്ററായിരുന്നു പാസ്റ്റർ യശ്വന്ത് കുമാർ. There was a pastor of a bigger church. പ്രായമായ അദ്ദേഹം ആമേൻ നിത്യതയിൽ നിന്ന് വിശ്രമിക്കുകയാണെന്നാണ് എന്റെ ബോധ്യം. But he was a lot elderly and maybe he's there in അദ്ദേഹത്തിന് ഒരു heaven. 75 വയസ്സ് കഴിഞ്ഞപ്പോൾ നേരിൽ കാണാൻ ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. When he was 75, I was able to see him directly. ഏറെക്കുറെ 20 വർഷങ്ങൾക്ക് അപ്പുറത്താണത്. Maybe it happened 20 years back. അദ്ദേഹം ഒരിക്കൽ ശുശ്രൂഷിച്ച ക്ഷീണിതാവസ്ഥയിൽ തന്റെ ആമേൻ ഭവനത്തിന്റെ വരാന്തയിൽ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. He was just tired after a ministry and he was just sitting in his home veranda. തന്റെ വസ്ത്രം കഴുകി കൊടുക്കുന്ന തന്റെ ഭവനത്തിലെ സർവന്റ് വന്നിട്ട് പാസ്റ്ററെ ആ ഇട്ടിരിക്കുന്ന ടീഷർട്ടും കൂടി ഇങ്ങ് ഊരി തന്നേരെ, അതും കൂടെ വാഷ് ചെയ്തേക്കാമെന്ന് ആ സഹോദരി പറഞ്ഞപ്പോൾ There was a maid who was helping him in cleaning up his clothes and he asked him, please give me the shirt which പ്രായമായ you're wearing." ദേവദാസൻ അവിടെ ഇരുന്നു കൊണ്ട് തന്റെ ടീഷർട്ട് ഊരി ആ സഹോദരിയുടെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു. And the one who was wearing, he removed his t-shirt and gave it to her for washing. ആ സഹോദരിയുടെ ഉദരത്തിൽ ഒരു വലിയ ട്യൂമർ ഉണ്ടായിരുന്നു. And that maid was having a tumor in her blood. യശ്വന്ത് കുമാർ എന്ന ദൈവഭൃത്തിന് ഇട്ടിരുന്ന ആ ടീഷർട്ട് ആ ട്യൂമറിന് മേലാണ് വന്ന് വീണത്. And that t-shirt fell upon the tumor which was there on her അപ്പോൾ body. മുതൽ അത് അപ്രത്യക്ഷമായി. And from that point of time, the tumor disappeared. ആ ട്യൂമർ അവിടെ ഉണ്ടായിരുന്നില്ല. The tumor is no more there. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും And Paul says in Corinthians, you are the temple of God. നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുവെന്നും And Holy Spirit is dwelling നിങ്ങൾ inside of you. അറിയുന്നില്ലയോ? Are you not aware of നിങ്ങൾ it? ദൈവത്തിന്റെ മന്ദിരമായതുകൊണ്ട് As because you are the temple of നിങ്ങളുടെ God. മേൽ ഞാൻ എന്റെ വിശ്വാസത്തെ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു. And that is why he has invested his faith in you. ആ ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വിശ്വാസം കൊണ്ട് നിങ്ങൾ ലോകത്തെ ജയിക്കുന്നവരായി മാറണം. And because the faith is invested, you can overcome the world with faith. നിങ്ങൾ ലോകത്തെ ജയിക്കുന്നവരായി മാറണം. You will win over the world. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പൗലോസിന്റെ മേൽ സംഭവിച്ചത് ഇന്ന് പകൽ നമ്മിൽ സംഭവിക്കാൻ പോവുകയാണ്. What has happened to Paul is going to happen to ചിലരുടെ us too. വിശ്വാസം ഇന്ന് പകൽ അസാധാരണമായി പുറപ്പെടുകയാണ്. Some of your faith is going to be extraordinarily starting up. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന നല്ല ആമേൻ പറഞ്ഞു. If you believe, tell an amen. ഹല്ലേലൂയ. സിസ്റ്റർ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, കരമുയർത്തിക്കോ. യു Sister, Holy Spirit is telling something to you. കണ്ണട. യെസ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മ പറയുന്നു, നിന്നിലൂടെ ചില ദൈവപ്രവൃത്തികളെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുക. Holy Spirit is telling you that God is going to do greater things through you. നിനക്കൊരു വിചാരമുണ്ട്, നീ തീരെ ബലഹീനയാ, ആമേൻ, ഒരു കഴിവുമില്ല, ഒരു പ്രാപ്തിയുമില്ല എന്ന്. You think that I'm not capable, I'm not able. എന്നാൽ ദൈവത്തിന്റെ വിശ്വാസത്തെ അവൻ നിന്റെ അകത്ത് പകർന്നിരിക്കുകയാ. But he has given his faith in you. ഹല്ലേലൂയ. അവൻ തന്റെ വിശ്വാസം നിന്റെ ഉള്ളിൽ പകർന്നതുകൊണ്ട് Because God's faith is there in you. നിന്നിലൂടെ ലോകത്തിന്റെ മേൽ കർത്താവ് ചിലത് ചെയ്യാൻ സമയമായിട്ടുണ്ട്. God is going to use you to fill the earth with something. നിന്റെ ഭവനത്തിനകത്ത് കർത്താവ് ചിലത് ചെയ്യും. God is going to do some things in your നിന്റെ home. അയൽ ഭവനങ്ങളിൽ കർത്താവ് ചിലത് ചെയ്യും. There's going to be something happen in your നിന്നിലൂടെ neighborhood. ദേശത്തിന്റെ 25 കിലോമീറ്റർ ചുറ്റളവില് കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് പരിശുദ്ധയാത്മാവ് ഇന്ന് പകൽ ദൂത് പറയുകയാണ്. Through you, there's going to be something happening in a kilometer of 25 radius around you. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. Hallelujah. 25 കിലോമീറ്റർ ചുറ്റളവിലുള്ള ചില കുടുംബങ്ങളെ വിടുവിച്ചെടുക്കുവാൻ, You are going to set free of people ചില who are തകർന്ന around the കുടുംബങ്ങളെ 25 പണിയുവാൻ, kilometers to build up certain നിന്റെ families. അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസം The faith which is in you, ഇന്ന് പകൽ അസാധാരണമായി ചലിക്കാൻ പോവുക, it is going to start working പുറപ്പെടാൻ extraordinarily. പോവുക. It's going to start up. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. It is happening in the name അത് of Jesus. സംഭവിക്കട്ടെ. Let it happen in the name of യേശുവിൻ നാമത്തിൽ Jesus. നിന്നിൽ നിന്നൊരു കാറ്റ് വീശാൻ പോവുക. There's going to be a wind blowing in the നിന്നിൽ name of നിന്നൊരു ഉണർവ് നടക്കാൻ Jesus. പോവുക. There's going to be something blowing in യേശുവിൻ you. നാമത്തിൽ അത് In സംഭവിക്കുകയാണ്. the name of Jesus. രാമന റംഭല വൈഡകരഗദനിയ.
ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. Let it happen in the name of ഇപ്പോൾ തന്നെ Jesus. സംഭവിക്കട്ടെ. Let it happen right ലോകത്തെ now. ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. The faith is the one which has overcome ലോകത്തെ the world. ജയിക്കുന്ന ദൈവത്തിന്റെ വിശ്വാസം നിന്റെ അകത്ത് ദൈവം പകർന്നിരിക്കുന്നത്. The same faith is overcoming the world is in you. 25 കിലോമീറ്റർ ചുറ്റളവിലുള്ള പല കുടുംബങ്ങളും നീ വിടുവിച്ചു കൊണ്ടുവരും. You are going to set free people who are living in this 25 kilometer ഹല്ലേലൂയ. radius. ആർത്തുവിളിച്ച സഭ ഒരുമിച്ച് ആമേൻ. ഞാൻ തിരുവല്ലയ്ക്കടുത്ത് വളഞ്ഞവട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് There was a place. ഒരിക്കലൊരു കൺവെൻഷന് പ്രസംഗിക്കുവാൻ ചെന്നപ്പോൾ I went to speak in a convention. ഞാൻ പ്രസംഗിക്കുന്ന പിറ്റേ ദിവസവും തൊട്ടടുത്ത 2 ദിവസവും ഒരു സഹോദരിയെ പ്രസംഗിക്കുന്നത്. Before my preaching, there was the lady who was ആ preaching. സിസ്റ്ററുടെ പേര് ആലീസ് എന്നാണ്. The sister's name was Alice. അവർ ഈ വേദപുസ്തകത്തിലെ ഓരോ റെഫറൻസ് പറയുമ്പോഴും Every time when she gives references in the ഈ scripture, വേദപുസ്തകത്തിന്റെ പേജ് നമ്പർ ഉൾപ്പെടെ അവർ പറയുമായിരുന്നു. and she used to even tell the page number. അത് കാണാതെ പഠിച്ചിട്ട് പറയുന്നത് നിങ്ങൾക്ക് പലർക്കും തോന്നാം. Maybe you would say maybe she has by hearted all that. അങ്ങനെ തോന്നുന്നവരെ ഞാൻ പ്രത്യേകം ഇൻവൈറ്റ് ചെയ്യുകയാ. If you have that feeling, then I can invite you. ഈ വേദപുസ്തകത്തിലെ ഓരോ പേജ് നമ്പർ പറഞ്ഞ് അവർ ആമേൻ റെഫറൻസ് പറയുമായിരുന്നു. She was to tell the reference using the page number. അവർ 1200 പേരെ അവരുടെ ചർച്ചിൽ യേശുവിനായി നേടിയിട്ടുണ്ട്. 1200 പേര്. She had won at most 1200 people for her church. ഹല്ലേലൂയ. കാര്യമെന്താ? അതിനെ പിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വിശ്വാസം. How did it happen? It is because of the faith which is ദൈവത്തിന്റെ operating. വിശ്വാസത്തോട് ചേർന്ന് നാം പ്രവർത്തിച്ചാൽ, If we are ready to start with the faith which നാം ഒരു is in ചുവട് us, വെച്ചാൽ, if we are ready to operate in that way, ഒരു വലിയ കൊയ്ത്തിന് സീസൺ ചർച്ചിന് മുമ്പിൽ ദൈവം തുറക്കാൻ പോകും. there's going to be a greater harvest that is going to be reaped in the church. ഒരു വലിയ കൊയ്ത്തിന് സീസൺ. It's the season of harvest. ഒരു വലിയ കൊയ്ത്തിന് സീസൺ. There's a season of harvest. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. ആരാധന ഹശസിയാനിയ. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. Let it happen in the name of യേശുവിൻ Jesus. അധികാരമുള്ള നാമത്തിൽ In the authoritative name of അരിവാളിനെ മൂർച്ച Jesus. കൂട്ടിക്കൊള്ളുക. Just sharpen up your sickle. അരിവാളിനെ മൂർച്ച കൂട്ടിക്കൊള്ളുക. Sharpen up your sickles. അരിവാളിനെ മൂർച്ച കൂട്ടിക്കൊള്ളുക. Sharpen up the sickles. ആ നാം ഈ ദിവസങ്ങളിൽ കാണാൻ പോവുകയാണ്. Because that is what you're going to see in the കാണാൻ coming days. പോവുകയാണ്. You're going to witness it. കരങ്ങളെ അടിച്ച് വായികളെ തുറന്ന് ചർച്ച് ഇന്ന് പകൽ സ്വീകരിച്ചു കൊള്ളുക. Put your hands together and receive it. വായി തുറന്ന് ആത്മാവിൽ എല്ലാവരും ചേർന്ന് Open your mouth in spirit. വിശ്വാസത്തിന്റെ പ്രവൃത്തിയുടെ ഒരു കാലം, ഒരു സീസൺ എന്ന ജനത്തിന്റെ മുമ്പാകെ തുറക്കുകയാണ് കർത്താവ്. There's a season of acting of this faith is opened up. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാര്യമെന്താ? എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ച് കാര്യം ഒറ്റ സെന്റൻസ് പറഞ്ഞ് അവസാനിപ്പിക്കാം. The ഹല്ലേലൂയ. reason is, ഞാനും നിങ്ങളും വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഓർത്തുകൊള്ളുക, ഈ വിശ്വാസം എന്റെയും നിങ്ങളുടേതുമല്ല. when we say that I believe, you have to remember it is not yours. ഹല്ലേലൂയ. വളരെ തെറ്റായ ആമേൻ കാര്യങ്ങളിൽ സഞ്ചരിക്കുകയായിരുന്നു നമ്മള്. We've been ഞാൻ having വിശ്വസിക്കുന്നു wrong conceptions. എന്ന് നമ്മൾ എല്ലാവരും പറയുമ്പോൾ ഓർത്തുകൊള്ളുക, ഈ വിശ്വാസത്തിന്റെ ആധാരം യേശുവിന്റെ കയ്യിലാണ്. When you say that I believe, you have to remember the beginner of faith is Jesus. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, നീ ചെയ്യേണ്ടത് പ്രവർത്തിക്കുകയാണ്. And what you have to do is you will have to start the acts of faith. പ്രവർത്തിക്കുകയാ. You will have to do it in കാരണം actions. ഓൾറെഡി ഫെയ്ത്ത് രക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വാസം നമ്മുടെ അകത്തുണ്ട്. When you believed in him, you have the faith in you. നാം ചെയ്യേണ്ടത് ആക്ഷൻ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. You will have to start releasing it out from you. നാം ചെയ്യാൻ തുടങ്ങണം. You will have to start it up. അവിടെയാണ് ദൈവകരം ഓരോ വ്യക്തികളും ഭയങ്കര വിശ്വാസം എന്ന് പറയാൻ നടക്കുന്നത്. Even we claim that we have lots of faith, വിശ്വാസം മുഴുവനും ദൈവത്തിൻ്റെതാ. but then it is all from God. ആമേൻ. Amen. പ്രവർത്തിക്കുക. We'll have to act it out. ആക്ട് ചെയ്യുക. We'll have to make it come true. ചെയ്യുക. We'll have to put it into practice. കഴിഞ്ഞ ദിവസം PG വർഗീസ് അങ്കിളുടെ ഒരു മെസ്സേജ് എനിക്ക് വന്നു. I was getting a message from ഒത്തിരി PG. പേർക്ക് വന്നിട്ടുണ്ടാവും. എനിക്ക് മാത്രം അയച്ചാന്ന് ആരും വിചാരിക്കണ്ട. You don't have to think that it is just sent for me personally. അപ്പോൾ ഈസ്റ്ററിനെ സംബന്ധിച്ച് 1-2 സെന്റൻസ് അദ്ദേഹം പറഞ്ഞിട്ട് പറയുക. He was talking about the Easter thing. ഇത് കേൾക്കുന്ന ആരും തന്നെ ഈസ്റ്റർ ആഘോഷിക്കാത്തവരാണെന്ന് എനിക്കറിയാം. Now you might be one who is not celebrating Easter, അടുത്ത സെന്റൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. but then I liked it. അദ്ദേഹം പറയുക, ഒന്നും ചെയ്യാതിരിക്കുന്നേക്കാളും ഭേദം വല്ലതും ചെയ്യുന്നല്ലേ. He said something is better than nothing. മനസ്സിലായില്ല നിങ്ങൾക്ക്? Did you follow it? നിങ്ങളിങ്ങനെ തിയോളജി പിടിക്കാനിരിക്കുന്നവരായതുകൊണ്ട്
Now you might be someone who is holding on to something. കൊച്ചു കാര്യങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുന്നേക്കാളും ഭേദം Something is better than nothing. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നല്ലേ എന്ന്. At least it is good that you do something. വിശ്വസിച്ചിരിക്കാൻ നമ്മളൊന്നും ചെയ്യാതിരിക്കുന്ന ആ കോർണർ സൈഡ് നമുക്ക് ഭയങ്കര സുഖമാണ്. We all think like it is better to sit എന്റെ പക്ഷേ simply. ഭയങ്കര വിശ്വാസമാ. But I have great faith. ഹല്ലേലൂയ. നീ ഒരു ചുവട് വെക്കുക. Take a step. നീ ഒരു ചുവട് വെക്കുക. Take a step forward. നീ ഒരു ചുവട് വെക്കുക. Step it അടുത്തിരിക്കുന്നവരോട് out. പറ നീ ഒരു ചുവട് വെക്കുക. Tell to your neighbor that take a step. ഹല്ലേലൂയ. റാബല വൈഷസിയാം തനി. Thank you Jesus. Thank you Jesus. Oh, thank you Jesus. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ ഇന്ന് Let പകൽ. us pray together. ഓ വിശ്വാസത്താൽ By faith, ദൈവം പകർന്ന വിശ്വാസം എൻ്റെ അകത്തുണ്ട്. I have the faith which God has shared in me. അതൊന്ന് ചെയ്യുവാ. And through that faith, അതൊന്ന് ചെയ്യുവാ. in that faith, ഇന്ന് പകൽ അങ്ങയുടെ അഭിഷേകം എൻ്റെ മേൽ വ്യാപരിക്കണമേ. I need an anointing of that. ഈ ചർച്ചിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുകയാ ഇന്ന് And പകൽ. there's going to be God's power manifesting upon who is sitting here. വായികളെ തുറന്ന സഹോദരന്മാരെ, Open your mouth. ഇവിടെ നാടകമല്ല എന്തെങ്കിലും കാണാൻ ഇവിടെ വന്നിരിക്കുവാനായിട്ട്. It is not that you have come to see a show. ഓ വായികളെ തുറന്നേ. You'll have to open up your mouth. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ, In the authoritative name of Jesus. യേശുവിൻ അധികാരമുള്ള The നാമത്തിൽ authoritative name of Jesus. വിശ്വാസത്താൽ പുറപ്പെടുന്ന, By faith, വിശ്വാസത്തെ പിടിച്ചെടുക്കുന്ന, something which could be occupied by faith, വിശ്വാസത്താൽ വ്യോമെ കൂച്ചിക്കൂട്ടി കളയുന്ന, something which I can gather it together by faith. ഹല്ലേലൂയ. ഓ വിശ്വാസത്താൽ കുന്നുകളെ തകർക്കുന്ന, Something which I can trample down the mountains. വിശ്വാസത്താൽ ചങ്ങലകളെ പൊട്ടിക്കുന്ന, By faith, I'll be able to break the chains. വിശ്വാസത്താൽ ആത്മാവിൽ പാട്ടുപാടുന്ന, By faith, I'll be singing songs in spirit. വിശ്വാസത്താൽ ആത്മാവിൽ പ്രതികരിക്കുന്ന, By faith, I'll be able to respond in spirit. വിശ്വാസത്താൽ വെളിപ്പാടുകളെ കാണും, By faith, I'll be seeing revelations. വിശ്വാസത്താൽ സ്വപ്നങ്ങളെ കാണുന്ന By faith, I'm seeing vision. ഒരു ജനറേഷൻ, A generation, ഒരു ജനറേഷൻ a generation, വിശ്വാസത്തിന്റെ ആത്മാവിനാൽ, a faith, by faith, ഓ ശബാല അടകര